പ്രീവിയസ് ഇയേഴ്സ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ്, നീറ്റ്, AIPMT, എയിംസിൽ ഇതിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാൻ ഡെർ വാൾസ് റിയൽ ഗ്യാസ് ആക്ട്സ് ആസ് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് വിച്ച് കണ്ടീഷൻ? അതായത് റിയൽ ഗ്യാസ് ബിക്കംസ് എൻ ഐഡിയൽ ഗ്യാസ്. ഒരു റിയൽ ഗ്യാസ് എപ്പോഴാണ് ഐഡിയൽ ഗ്യാസ് ആകുന്നത്? അതിൻ്റെ വോളിയം കൂടുമ്പോഴും. വെൻ ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ടു ഹൈ, ഗ്യാസിൻ്റെ വോളിയം വളരെ കൂടുതലാണെങ്കിൽ ആ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. വോളിയം കുറയുമ്പോഴാണ് അത് റിയൽ ഗ്യാസ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൈനറ്റിക് തിയറിയിൽ 2 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ദർ ഈസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, ദ വോളിയം ഓഫ് എ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ. ഓരോ മോളിക്യൂൾസിൻ്റെ വോളിയം നെഗ്ലക്ട് ചെയ്യാൻ പറ്റും, മോളിക്യൂൾസും അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല. അപ്പോൾ ഗ്യാസിൻ്റെ വോളിയം വളരെ കൂടുതലാണെങ്കിൽ മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യത്തുമില്ല, മോളിക്യൂൾസിൻ്റെ വോളിയം നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഹൈ വോളിയം കിട്ടണമെങ്കിൽ, ഒരു ഗ്യാസിൻ്റെ വോളിയം വളരെ കൂടുതലാണെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കണം? ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറും. ഹൈ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, പ്രഷർ കുറയുമ്പോഴും വോളിയം കൂടും. അപ്പോൾ ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറും ഏതാണോ ഇതിനകത്ത് ആൻസർ? ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷർ. ആൻസർ ഈസ് എ. എ ഈസ് ദി ആൻസർ. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷർ. എ റിയൽ ഗ്യാസ് ബിക്കംസ് ഐഡിയൽ ഗ്യാസ്. വാൻ ഡെർ വാൾസ് റിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഏതായാലും. ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് ഈസ് എ റിയൽ ഗ്യാസ്, വെൻ ഇറ്റ് ബിക്കംസ് ഐഡിയൽ ഗ്യാസ്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. റിയൽ ഗ്യാസ് ആക്ട് ആസ് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷർ. അടുത്ത ക്വസ്റ്റ്യൻ, 2 gases A and B having the same volume diffuse through a porous partition in 20 and 10 seconds respectively. 2 ഗ്യാസ് എയും ബിയും, 2 ഗ്യാസ് സെയിം വോളിയം, 2 ഗ്യാസിന് ഒരേ വോളിയം, ഡിഫ്യൂസ് ത്രൂ എ പോറസ് പാർട്ടീഷൻ, ചെറിയ ഹോളിൽ കൂടെ അത് ഡിഫ്യൂസ് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന ഗ്യാസ് 20 സെക്കൻഡിലും ബി എന്ന് പറയുന്ന ഗ്യാസ് 10 സെക്കൻഡിൽ ഡിഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എയുടെ മോളാർ മാസ് തന്നിട്ടുണ്ട്, ബിയുടെ മോളാർ മാസ് എത്ര? വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് പി? റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അത് ഗ്രഹാംസിലായില്ലേ, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഡിഫ്യൂസ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. Rate of diffusion of a gas is proportional to volume diffused divided by time taken. അതേപോലെ തന്നെ the rate of diffusion of a gas is directly proportional to 1 by root m molar mass, inversely proportional to square root of molar mass. ഇത് 2 ഇക്വേഷനോടെ കമ്പയർ ചെയ്ത് 2 ഗ്യാസിൻ്റെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇക്വേഷൻ കിട്ടുമായിരുന്നു, V1 by T1 ഡിവൈഡഡ് ബൈ V2 by T2 അല്ലെങ്കിൽ ഇൻറ്റു T2 by V2 is equal to root of molar mass at inversely proportional and M2 by M1. ഇവിടെ 2 ഗ്യാസിൻ്റെ സെയിം വോളിയമാണ്, വോളിയം ഓഫ് ദ 2 ഗ്യാസ് ആർ സെയിം. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു V2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? T2 by T1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M2 by M1. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാം, ബിയുടെ മോളാർ മാസ്. ഇപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് എയും 2 എന്ന് പറയുന്നത് ബിയുമായിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? T2 20 and 10 ഡിവൈഡഡ് ബൈ 20 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M2 by M1. അതായത് മോളാർ മാസ് ഓഫ് എ ഈസ് 49, ബി ഈസ് കണ്ടുപിടിക്കണം. അതായത് ഇതിനകത്ത് മോളാർ മാസ് ഓഫ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എയുടെ മോളാർ മാസ് 49. സോ ഹിയർ 10 by 20 ഈസ് 1 by 2 ഈസ് ഈക്വൽ ടു റൂട്ട് എം ഡിവൈഡഡ് ബൈ 49ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 7, 49 റൂട്ട് 7. ദെൻ സ്ക്വയർ ചെയ്യുന്നു, 1 by 4 ഈസ് ഈക്വൽ ടു m by 49 or 49 by 4. m is equal to 49 divided by 4 is equal to 12.25. So the answer is 12.25. ഈ ഇക്വേഷനാണ് ഉപയോഗിച്ചത്. സെയിം വോളിയം ആയതുകൊണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ചു. T2 by T1 is equal to root of M2 by M1. വോളിയം സെയിം ആയതുകൊണ്ട് ടൈം സെയിം എന്ന് പറഞ്ഞാൽ T1 ഉം T2 ഉം കളഞ്ഞേനെ. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 3. Question number 3. The gaseous mixture was prepared by taking carbon monoxide and
nitrogen, equal moles of carbon monoxide and nitrogen. The gaseous mixture was prepared. ഒരു ഗ്യാസ് മിക്സർ ഉണ്ടാക്കുന്നു. ഈക്വൽ മോൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. കാർബൺ മോണോക്സൈഡ് നൈട്രജൻ്റെ ഈക്വൽ മോൾസ് എടുക്കുന്നത്. ഇഫ് ദ ടോട്ടൽ പ്രഷർ ഓഫ് ദ മിക്സർ ഈസ് ഫൗണ്ട് ടു ബി 1 atmosphere, ടോട്ടൽ പ്രഷർ ഈസ് 1 atmosphere, then what is the partial pressure of nitrogen? നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാനാണ്. നമ്മളെടുത്ത രണ്ട് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കാർബൺ മോണോക്സൈഡ്, ഒന്ന് നൈട്രജൻ. ഈ രണ്ട് ഗ്യാസസ് എടുത്ത് ഈ രണ്ട് ഗ്യാസും ഈക്വൽ മോൾസ് എടുത്തേക്കുന്നത്. നമുക്കിത് രണ്ടിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. കാർബൺ മോണോക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് കാർബണിൻ്റെ 12, ഓക്സിജൻ്റെ 16, അറ്റോമിക് മാസ് ടോട്ടൽ 28. കാർബൺ മോണോക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 28, നൈട്രജൻ്റെ മോളിക്കുലർ മാസും 28. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് ഗ്രാംസ് ആണ് വന്നേക്കുന്നത്. രണ്ടിൻ്റെയും മോളിക്കുലർ മാസ് സെയിം ആണ്. കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും മോളിക്കുലർ മാസ് സെയിം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1 മോൾ 28 ഗ്രാം, ഇതും 1 മോൾ. ടോട്ടൽ രണ്ടും കൂടെ ചേർത്ത് 2 മോൾസ്. ഓക്കെ, ഞാൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് എടുത്ത് 1 മോൾ വീതം രണ്ടും 1 മോൾ എടുത്ത് ടോട്ടൽ 2 മോൾസ്. അതിൻ്റെ ടോട്ടൽ പ്രഷർ 1 atmosphere ആണ്. നമുക്കറിയാം പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ്, ഏതെങ്കിലും ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോൾ ഫ്രാക്ഷനെ ടോട്ടൽ പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യില്ല. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. അപ്പോൾ ഇവിടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നതിന് ഏതിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത്? നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 2. അപ്പോൾ മോൾ ഫ്രാക്ഷനായി. ഇനി ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട് 1 atmosphere 1. സോ ദ ആൻസർ ഈസ് 1/2. അതല്ലെങ്കിൽ 0.5. സോ ദ ആൻസർ ഈസ് 0.5. ഡി ഈസ് ദി ആൻസർ. ആൻസർ ഈസ് ഡി. ഇവിടെ ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് നൈട്രജനും എടുത്തതുകൊണ്ടാണ് വളരെ സിമ്പിളായി ക്വസ്റ്റ്യൻ. അതേസമയം സപ്പോസ് വേറെ 2 ഗ്യാസ് എടുക്കുന്നു വെച്ചോ, വേറെ ഏതെങ്കിലും 2 ഗ്യാസ് എടുക്കുന്നത്. ഞാൻ ഉദാഹരണത്തിന് ഹൈഡ്രജനും വേറൊരു ഗ്യാസ് ഓക്സിജനും എടുക്കുന്നു. ഹൈഡ്രജനും ഓക്സിജനും എടുക്കുന്നു. ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് 2, ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32. 2 ഈക്വൽ നമ്പർ ഓഫ് മോൾസ് എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈക്വൽ മാസ് എടുക്കാൻ പോകുന്നു. അപ്പോൾ ഇത് ഞാൻ 32 ഗ്രാം ആക്കാൻ പോകുന്നു, ഇതിനെ 32 ഗ്രാം ആക്കുന്നു. ഈക്വൽ മാസ് എടുത്ത് ഇവിടെ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ ഈക്വൽ മാസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഈക്വൽ മാസ്. അപ്പോൾ ഇത് എത്ര മോൾസാണ്? 16 മോൾസാണ്. ഇത് 1 മോൾ. ഇപ്പോൾ ടോട്ടൽ 17 മോൾസ്. 17 മോൾസ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഏതെങ്കിലും ഗ്യാസിൻ്റെ ഇപ്പോൾ ഹൈഡ്രജൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16/17 ഇൻറ്റു ടോട്ടൽ പ്രഷർ. ഓക്സിജൻ്റെയോ 1/17 ഇൻറ്റു ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ എത്രയാണോ തന്നിട്ടുള്ളത് അതുകൊണ്ട് ആ രീതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാലും ഈക്വൽ മാസ് പറഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാം. ഈക്വൽ മാസ് പറയുകയാണെങ്കിൽ ഞാൻ നമ്പർ ഓഫ് മോൾസിലോട്ട് മാറ്റുക. ഈക്വൽ മാസ് ആക്കി മാറ്റണം. ആദ്യം രണ്ടിന് ഈക്വൽ മാസ് ആക്കി മാറ്റി അതിന് നമ്പർ ഓഫ് മോൾസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 4. അടുത്ത ക്വസ്റ്റ്യൻ. ബൈ വാട്ട് ഫാക്ടർ does the average velocity of gaseous mixture increase when the temperature is doubled? Average velocity of a gaseous molecule increase when the temperature is doubled. ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഇരട്ടിയാക്കുമ്പോൾ അതിൻ്റെ ആവറേജ് വെലോസിറ്റിയിൽ എന്ത് വ്യത്യാസം വരും? 4 ഓപ്ഷൻ അവിടെ 1.4, 2, 2.8, 4. നമുക്ക് നോക്കാം. ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി V എന്ന് കൊടുത്ത് √8RT ഡിവൈഡഡ് ബൈ πm. 8RT ഡിവൈഡഡ് ബൈ πm. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദ ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ ഇത് ഓരോ ടൈംസ് അറിയാമല്ലേ. V എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചറിൻ്റെ കെൽവിൻ സ്കെയിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, M ഈസ് ദ മോളാർ മാസ്, π ഈസ് 3.14. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ സെയിം ഗ്യാസ് വാട്ട് ഫാക്ടർ ആവറേജ് വെലോസിറ്റി ഓഫ് ഗേഷ്യസ് മോളിക്യൂൾ ഇൻക്രീസ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ്. ഞാൻ ആദ്യത്തെ ആവറേജ് വെലോസിറ്റി V1 എന്ന് കൊടുക്കുന്നു, ടെമ്പറേച്ചറിന് T1 എന്ന് കൊടുക്കുന്നു.
ഒരു ഗ്യാസ് തന്നെയായിട്ട് മോളിക്കുലർ മാസ് വ്യത്യാസം പറ്റില്ല, 6 കോൺസ്റ്റൻറ്റുമാണ്. രണ്ടാമത് ഇതേപോലെ എഴുതുന്നു, V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8RT2 ബൈ പൈ എം. ഇങ്ങനെ എഴുതി. ഇവിടെ ടെമ്പറേച്ചർ ഡബിൾ ചെയ്തു, T2 ഈസ് ഈക്വൽ ടു 2T1. ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. ആദ്യം ഇതിന് ഡിവൈഡ് ചെയ്യുന്നു. V1 ബൈ V2 ഈസ് ഈക്വൽ ടു V1 ബൈ V2 ഈസ് ഈക്വൽ ടു 8ഉം 6ഉം പൈയും എമ്മും ക്യാൻസലായി പോവും, റൂട്ട് ഓഫ് T1 ബൈ T2. T1 by T2. V1 by V2 is equal to T1 by T2. T2 is equal to 2T1. So V1 by V2 is equal to T1 by 2T1 root of is equal to 1 by root 2 is equal to 1.4. So the average velocity increases by 1.4 times. Average velocity increases by 1.4 times. V1 by V2. 1 by 1.4 ആണ്. 1 divided by 1.4. 1 by root 2 അല്ലേ? 1 by 1.4. So, when the temperature is doubled, the average velocity increases by 1.4 times. ഏത് വെലോസിറ്റി ഇതുപോലെ ചോദിക്കാം, അതനുസരിച്ച് ഇക്വേഷൻ മാറണമെന്നുള്ളത്. ഇത് ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ. RMS വെലോസിറ്റി ആയിരുന്നെങ്കിലോ U ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 3RT ബൈ എം. മോസ്റ്റ് വെലോസിറ്റി ആണെങ്കിലോ ആൽഫ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2RT ബൈ എം. ഏത് ഇക്വേഷൻ ആണെങ്കിലും the velocity is directly proportional to square root of temperature. അപ്പോൾ എവിടെയാണെങ്കിലും ഇതേപോലെ തന്നെ ഇക്വേഷൻ കിട്ടും. V1 by V2 is equal root of T1 by T2, അല്ലെങ്കിൽ V2 by V1 is equal root of T2 by T1. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ എത്ര ടെമ്പറേച്ചർ കൂടിയാലും ടെമ്പറേച്ചർ വാല്യൂ തന്നിട്ടുണ്ടെങ്കിലും ടെമ്പറേച്ചർ അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 5. എ ബബിൾ ഓഫ് എയർ ഈസ് അണ്ടർ വാട്ടർ at temperature 15 degrees Celsius and a pressure of 1.5 bar. ഒരു കുമിള, വെള്ളത്തിന് താഴെ ഒരു കുമിള, അതിൻ്റെ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ്, അതിൻ്റെ പ്രഷർ 1.5 ബാർ. എ ബബിൾ ഓഫ് എയർ ഈസ് അണ്ടർ വാട്ടർ, വെള്ളത്തിന് താഴെ അറ്റ് എ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് പ്രഷർ 1.5 ബാർ. ഇഫ് ദ ബബിൾ റൈസസ് ടു ദ സർഫസ്, മുകളിലോട്ട് വരുന്ന ബബിൾ, സാധാരണ വെള്ളത്തിന് താഴെ നിന്ന് മുകളിലോട്ട് വരും, ബബിൾ ഇങ്ങനെ വലുതായി വരും. The temperature is 25 degrees Celsius. മുകളിലെത്തുമ്പോൾ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആയി. ആൻഡ് ദ പ്രഷർ ഈസ് 1 ബാർ. പ്രഷർ 1 ബാർ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ വോളിയം ഓഫ് ദ ബബിൾ? ആ ബബിളിൻ്റെ വോളിയത്തിന് എന്ത് സംഭവിക്കും? ഇതാണ് ചോദ്യം. വാട്ട് വിൽ ഹാപ്പൻ ടു ദി വോളിയം ഓഫ് ദ ബബിൾ? അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറിന് വ്യത്യാസമുണ്ട്. ആദ്യം 15 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ 25 ഡിഗ്രി സെൽഷ്യസ്. പ്രഷറിന് വ്യത്യാസമുണ്ട്. ആദ്യം 1.5 ബാർ, പിന്നെ 1 ബാർ. അപ്പോൾ വോളിയത്തിന് എന്ത് വ്യത്യാസം ഉണ്ടാകും? ഇവിടെ ചോയ്സ് കൊടുത്തേക്കുന്നത് വോളിയം വിൽ ബിക്കം സ്മോളർ ബൈ ഫാക്ടർ 0.7, വോളിയം വിൽ ബിക്കം ഗ്രേറ്റർ ബൈ എ ഫാക്ടർ 1.1, വോളിയം വിൽ ബിക്കം ഗ്രേറ്റർ ബൈ എ ഫാക്ടർ 1.6 ആൻഡ് ദ വോളിയം വിൽ ബിക്കം ഗ്രേറ്റർ ബൈ എ ഫാക്ടർ 2.5. ഇങ്ങനെ 4 ഓപ്ഷനാണ് ഈ 4 ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും വോളിയവും ഇത് മൂന്നും മാറുന്നത് കൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. P1 V1 by T1 is equal to P2 V2 by T2. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. P1 എത്രയായിരുന്നു? പ്രഷർ, ആദ്യം പ്രഷർ 1.5, പ്രഷർ ഈസ് 1.5 ഇൻറ്റു ആദ്യം വോളിയം എത്രയായിരുന്നു? 15 ഡിഗ്രി സെൽഷ്യസ്. വോളിയം അല്ല, ടെമ്പറേച്ചർ. വോളിയം ആദ്യം തന്നിട്ടില്ല, അപ്പോൾ V1 തന്നെ എഴുതാം. ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ആദ്യം 15 ഡിഗ്രി സെൽഷ്യസ്, T1 15 ഡിഗ്രി സെൽഷ്യസ്. അതിന് കെൽവിനിലോട്ട് മാറ്റുന്നത്. ഡിഗ്രി സെൽഷ്യസ് നിന്ന് കെൽവിനിൽ മാറ്റാൻ 273 ആഡ് ചെയ്യണം. 273 പ്ലസ് 15 ഈസ് ഈക്വൽ ടു 288 കെൽവിൻ. 288 കെൽവിൻ. ഇതേപോലെ T2നെ മാറ്റിക്കളയാം.
T2 25 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിലോട്ട് മാറ്റാൻ വേണ്ടി 273 ആഡ് ചെയ്യുന്നു. 273 പ്ലസ് 25 ഈസ് ഈക്വൽ ടു 298 കെൽവിൻ. അപ്പോൾ 1.5 ആദ്യത്തെ പ്രഷർ, വോളിയം V1, ടെമ്പറേച്ചർ 288 ഈസ് ഈക്വൽ ടു P2 1, വോളിയം V2 ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ 298. ഇതിനകത്ത് V2 ഉം V1 നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ചാൽ മതി. V2 ഈസ് ഈക്വൽ ടു 1.5 into 298 V1 divided by 288. 1.5 into 298 into V1 divided by 288. ഇതിൻ്റെ ആൻസർ 298 ആകുമ്പോൾ 1 something വരും. ഇപ്പോൾ 1.5 അല്പം കൂടിയ ആൻസർ, ചെറുതായിട്ട് കൂടിയ ആൻസർ, ആ ആൻസർ 1.6 ആണ്. ഇത്രയും വ്യത്യാസം വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കുന്നത് വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. വോളിയം വിൽ ബിക്കം ഗ്രേറ്റർ ബൈ എ ഫാക്ടർ 1.6. ടെമ്പറേച്ചറിലും പ്രഷറിലും വോളിയത്തിലും വ്യത്യാസം വന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ P1 V1 by T1 ഈസ് ഈക്വൽ ടു P2 V2 by T2. ടെമ്പറേച്ചർ സെയിം ആണ്, P1 V1 ഈസ് ഈക്വൽ ടു P2 V2. ആ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് തിരിച്ചു മറിച്ച് ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വെള്ളത്തിൻ്റെ താഴെ നിന്ന് ഒരു ബബിള് മുകളിലോട്ട് വന്ന് അതിൻ്റെ വോളിയം എന്തുമാത്രം കൂടും എന്നുള്ളതാണ്. ആദ്യം എന്തുണ്ടോ വോളിയം ഉണ്ടായിരുന്നു അതിനേക്കാൾ ഇവിടെ 1.6 times ഗ്രേറ്റർ കൂടി വരും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6. A certain gas takes 3 times as long to effuse out as helium. ഹീലിയം ഡിഫ്യൂസ് ചെയ്യുന്നതിനേക്കാൾ 3 ഇരട്ടി സമയമെടുക്കും അതിന്. 3 times as long to effuse as helium. ഹീലിയം എഫ്യൂസ് ചെയ്യുന്നതിനേക്കാൾ 3 ഇരട്ടി സമയമെടുക്കും. ഇറ്റ്സ് മോളാർ മാസ് വിൽ ബി, ആ ഗ്യാസിൻ്റെ മോളാർ മാസ് എത്ര? ഈ എഫ്യൂഷൻ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന എല്ലാം, ഡിഫ്യൂഷൻ അല്ലെങ്കിൽ എഫ്യൂഷൻ എന്ന് പറയുന്ന എല്ലാം തന്നെ നമുക്ക് ഗ്രാംസിലായിട്ട് പ്രോബ്ലമാണ്. ഡിഫ്യൂഷൻ ആയാലും എഫ്യൂഷൻ ആയാലും അത് വരുന്ന പറഞ്ഞ പ്രോബ്ലം എല്ലാം ഗ്രാംസിലായിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ R1 by R2, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഈക്വൽ ടു മോളാർ മാസ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് M2 by M1. R1 by R2 is equal to root of M2 by M1. R1 and R2 are the rate of diffusion of two gases. രണ്ട് ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആണ്. ആൻഡ് M1 and M2 are the corresponding molecular mass. M1 M2 and molecular mass. ഓക്കെ. ഇവിടെ ഒരു ഗ്യാസ്, ഞാൻ ഒന്നെന്ന് പറയുന്ന ഗ്യാസിന് എടുക്കുന്നത്, ഒന്ന് ഹീലിയം എടുക്കാം, ഹീലിയം. രണ്ടെന്ന് പറയുന്ന ആ ഗ്യാസ് എടുക്കാം, ഏത് ഗ്യാസാണോ ആ ഗ്യാസ്. ഒന്ന് ഹീലിയവും രണ്ടാം ഗ്യാസും. ഓക്കെ. അപ്പോൾ ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹീലിയത്തിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷനേക്കാൾ 3 ഇരട്ടി കൂടുതലാണ്. 3 times as long to effuse as helium. So R1 by R2 is equal to 3. R1 by R2 is equal to 3. അല്ലെ, R1 is equal to rate of diffusion of helium is 3 times greater than the rate of diffusion of the gas. അപ്പോൾ 3 is equal to root of M2 by M1. M2 നമുക്ക് കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ M1 എന്ന് പറഞ്ഞാൽ ഹീലിയത്തിൻ്റെ മോളിക്കുലർ മാസ്. ഹീലിയത്തിൻ്റെ മോളിക്കുലർ മാസ് 4 ആണ്. ദ മോളിക്കുലർ മാസ് ഓഫ് ഹീലിയം, അറ്റോമിക് മാസ് തന്നെ എൻ്റെ മോളിക്കുലർ മാസ്, കാര്യം മോണോ അറ്റോമിക് ആയതുകൊണ്ട്. സ്ക്വയർ ചെയ്യുന്നു. 9 ഈസ് ഈക്വൽ ടു M2 by 4. M2 ഈസ് ഈക്വൽ ടു 4 into 9 36. 36 atomic mass unit. So the answer is B, 36 atomic mass unit. നോക്കിയോ ഒന്നുകൂടെ. A certain gas diffuse 3 times as long to effuse out as helium.
എന്ന് പറഞ്ഞാൽ 3 times as long, 3 ഇരട്ടി സമയം എടുക്കുന്നു എന്നാണ് പറയുന്നത്. 3 ഇരട്ടി സമയം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയത്തിനാണ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടുതൽ. ഹീലിയത്തിൻ്റെ എന്തുമാത്രം ഹീലിയം 1 മീറ്റർ പോയി കഴിഞ്ഞാൽ ഹീലിയം 3 മീറ്റർ പോകുമ്പോഴേ അത് ഗ്യാസ് 1 മീറ്റർ എത്തുള്ളൂ. 3 ഇരട്ടി സമയം എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടുതൽ ഹീലിയത്തിനാണ്. അപ്പോൾ R1/R2 = 3. റൂട്ട് ഓഫ് M2 ബൈ ഹീലിയത്തിൻ്റെ മോളിക്കുലർ മാസ് 4. സോ M2 = 36 atomic mass unit. Okay. Now question number 7. Question number 7. 50 ml of each gas A and B. 50 ml വീതം 2 ഗ്യാസ് എടുത്തു. എയും ബിയും 2 ഗ്യാസ് 50 ml വീതം എടുത്ത്. ടേക്സ് 150 and 200 seconds. ആ ഗ്യാസിന് 150 സെക്കൻഡ്സും 200 സെക്കൻഡ്സും റെസ്പെക്റ്റീവ്ലി ഫോർ ഫ്യൂസിങ് ത്രൂ എ പിൻ ഹോൾ അണ്ടർ ദ സിമിലർ കണ്ടീഷൻസ്. അപ്പോൾ എ എന്ന് പറയുന്ന ഗ്യാസ് 50 ml എടുത്തു. അതൊരു പിൻ ഹോളിൽ കൂടി ഡിഫ്യൂസ് ചെയ്യാൻ 150 സെക്കൻഡ് എടുക്കുന്നു. ഇതേപോലെ ബി എന്ന് പറയുന്നൊരു ഗ്യാസ് 50 ml എടുത്തു. രണ്ടും ഒരേ വോളിയം എടുത്തത്. അത് ഡിഫ്യൂസ് ചെയ്യാൻ 200 ml എടുക്കും, 200 സെക്കൻഡും എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ മോളാർ മാസ് ഓഫ് ബി ഈസ് 36, ബിയുടെ മോളാർ മാസ് ഉണ്ട്, വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് എ? എയുടെ മോളാർ മാസ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ V1 ബൈ T1 ഇൻറ്റു T2 ബൈ V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M2 ബൈ M1. The equation V1 by T1 into T2 by V2 is equal to root of M2 by M1. ഇത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആണ്. ഇത് 2 ഇക്വേഷൻ കിട്ടിയതാണ്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു V by T, വോളിയം ഡിഫ്യൂസ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ R1/R2 is equal to V1 by T1 divided by V2 by T2. R1/R2 is equal to V1 by ഇങ്ങനെ R1/R2 is equal to V1 by T1 divided by V2 by T2. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, 2 ഗ്യാസ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. ഇതേപോലെ അടുത്തൊരു ഇക്വേഷൻ, ഇതിൽ നിന്നാണ് ഇത് എഴുതിയേക്കുന്നത്. ഇതേപോലെ അടുത്തൊരു ഇക്വേഷൻ R1/R2 is റൂട്ട് ഓഫ് M2 by M1. ഈ 2 ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 50 ml ഈച്ച്. അപ്പോൾ V1 ഉം V2 ഈക്വൽ ആണ്. വേണമെങ്കിൽ അങ്ങ് എഴുതിക്കോ. 50 ബൈ അത് എത്ര സമയം എടുത്തു? 150 ഇൻറ്റു T2 200 ഡിവൈഡഡ് ബൈ അതും 50 ml ഈച്ച്. വോളി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു വോളി എഴുതായിരുന്നെങ്കിൽ. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M2 by M1. ബിയുടെ മോളാർ മാസ് 36 ഡിവൈഡഡ് ബൈ M1. 50 ക്യാൻസൽ ചെയ്തു. 200 by 150 എന്ന് പറയുന്നത് 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 4/3 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 36 by M1. മൊത്തത്തിൽ സ്ക്വയർ ചെയ്യുന്നു. 16/9 ഈസ് ഈക്വൽ ടു 36 by M1 സ്ക്വയർ ചെയ്തു. 14 4 എന്നുള്ളത് 6 ആയി, 16 ആയി, 3 എന്നുള്ളത് 9 ആയി, 36/9. ദെൻ M1 ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 9, 36 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 16. ഇതിൻ്റെ ആൻസറാണ് 20.25 എന്നേ ആൻസർ കിട്ടത്തുള്ളൂ. അങ്ങനത്തെ ആൻസർ ഇതിനകത്തില്ല. ഇതിൻ്റെ ആൻസർ 20.25 എന്നാണ്. അങ്ങനത്തെ ആൻസർ ഇതിനകത്തില്ല. പക്ഷേ നിയറസ്റ്റ് ആൻസർ എന്ന 32 ആയതുകൊണ്ട് വി മേ ടേക്ക് 32 ആസ് ദി ആൻസർ. ബാക്കിയെല്ലാം വളരെ വ്യത്യാസത്തിലാണ്. സോ ദ ആൻസർ ഈസ് 32. ആക്ച്വൽ ആൻസർ ഈസ് 20.25. അപ്പോൾ ഈ ഇക്വേഷനാണ് ഉപയോഗിച്ചത്. ഗ്രഹാം സ്ലൈഡ് ഈ ഇക്വേഷന് ഒരുപാട് പ്രോബ്ലം ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. V1 by T1 into T2 by V2 is root of M2 by M1. Okay. See the next question. Maximum deviation from ideal gas is expected. Maximum deviation from ideal gas is expected from nitrogen, methane, CH4 എന്ന് methane, NH3 എന്ന് ammonia, H2 hydrogen, nitrogen, methane,
അമോണിയ, ഹൈഡ്രജൻ. എങ്ങനെ കണ്ടുപിടിക്കും? ഈ 4 ഗ്യാസിൽ ഏത് ഗ്യാസാണ് മാക്സിമം ഡീവിയേഷൻ കാണിക്കുന്നത്? ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ കാണിക്കണമെങ്കിൽ ആ ഗ്യാസസിന് 2 കണ്ടീഷൻ. ഒന്നുകിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെങ്കിൽ ഡീവിയേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നൈട്രജനിൽ ഹൈഡ്രജൻ ബോണ്ട് ഇല്ല, മീഥൈനിൽ ഹൈഡ്രജൻ ബോണ്ട് ഇല്ല, അമോണിയയിൽ ഹൈഡ്രജൻ ബോണ്ടുണ്ട്. അമോണിയ അതിനകത്ത് ഹൈഡ്രജൻ ബോണ്ടുണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ്, അമോണിയയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അമോണിയ ഹാസ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ അമോണിയയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതുകൊണ്ട് ആ ഹൈഡ്രജൻ ബോണ്ട് ഇറ്റ് ഷോസ് മാക്സിമം ഡീവിയേഷൻ. അല്ലെങ്കിൽ ലിക്വിഫാക്ഷൻ എളുപ്പമായിരിക്കും. ഒരു ഗ്യാസിനെ പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് മാക്സിമം ഡീവിയേഷൻ കാണിക്കും. സോ അമോണിയ ക്യാൻ ബി ഈസിലി ലിക്വിഫൈഡ്. ഈ 4 ഗ്യാസിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റുന്ന ഗ്യാസാണ് അമോണിയ. സോ അമോണിയ ഷോസ് ദി മാക്സിമം ഡീവിയേഷൻ. അമോണിയ, HCl ഇതുപോലുള്ള ഗ്യാസസ്, ഹൈഡ്രജൻ ക്ലോറൈഡും അതുപോലെ. ഹൈഡ്രജൻ ക്ലോറൈഡിന് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റും, അങ്ങനെയാണ് ഡീവിയേഷൻ കൂടുതലായിരിക്കും. പെർമനൻറ്റ് ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥൈൻ പെർമനൻറ്റ് ഗ്യാസ് അല്ല, എന്നാലും അതിനെയൊക്കെ ലിക്വിഡ് ആക്കാൻ പ്രയാസമാണ്. ലിക്വിഡ് ആക്കാൻ എളുപ്പമുള്ള ഗ്യാസസിന് ഡീവിയേഷൻ വളരെ കൂടുതലായിരിക്കും. സോ ഹിയർ ദ ആൻസർ ഈസ് അമോണിയ. അമോണിയ ക്യാൻ ബി easily liquefied, it shows hydrogen bonding, therefore it shows maximum deviation. Question number 9. Dipole induced dipole interaction. Dipole induced dipole interactions are present in which of the following pairs? വാൻ ഡെർ വാൾസ് ഫോഴ്സസ് 3 എണ്ണം ഉണ്ടായിരുന്നു. 3 വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ലണ്ടൻ ഫോഴ്സസ്. ലണ്ടൻ ഫോഴ്സസ് അത് നോൺ പോളാർ മോളിക്യൂൾസ് തമ്മിലാണ്. ലണ്ടൻ ഫോഴ്സ് എന്നോ ഡിസ്പേഴ്സൻ ഫോഴ്സസ് എന്ന് വിളിക്കും. 2 ഡൈപോൾ ഡൈപോൾ ഫോഴ്സസ് അത് പോളാർ മോളിക്യൂൾസ് തമ്മിലാണ്. 3 ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് അത് പോളാർ മോളിക്യൂളും നോൺ പോളാർ മോളിക്യൂളും തമ്മിലാണ്. ഒരു ഡൈപോൾ ഉള്ള മോളിക്യൂളും ഒരു ഡൈപോൾ ഇല്ലാത്ത മോളിക്യൂളും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അങ്ങനത്തെ നോക്കാം. ആൻസർ അങ്ങനെ നോക്കുന്നത്. Cl2 നോൺ പോളാർ, CCl4 നോൺ പോളാർ, രണ്ടും നോൺ പോളാർ. അപ്പോൾ ഇത് തമ്മിലുള്ളതെന്ന് പറഞ്ഞാൽ ലണ്ടൻ ഫോഴ്സസ് ആണ്. ലണ്ടൻ ഫോഴ്സസ് ആദ്യത്തത്. HCl പോളാർ മോളിക്യൂളാണ്. HCl ഇസ് എ പോളാർ മോളിക്യൂൾ. ഹീലിയം നോൺ പോളാർ, HCl പോളാർ, ഹീലിയം നോൺ പോളാർ. അപ്പോൾ ഇത് ഡൈപോൾ ഉണ്ട്, ഇതിന് ഡൈപോൾ ഇല്ല. അപ്പോൾ അത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ആൻസർ. HCl ഉം ഹീലിയവും. ബാക്കിയോടെ നോക്കാം. സിലിക്കൺ ടെട്രാഫ്ലൂറൈഡ് ടെട്രാഹീഡ്രൽ ഷേപ്പാണ്. സിലിക്കൺ ജസ്റ്റ് ലൈക്ക് കാർബൺ ടെട്രാഫ്ലൂറൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ്, സിലിക്കൺ ടെട്രാഫ്ലൂറിന് ടെട്രാഹീഡ്രൽ ഷേപ്പാണ്. അത് നോൺ പോളാറാണ്. ഹീലിയം നോൺ പോളാർ. അപ്പോൾ ഇത് രണ്ടും നോൺ പോളാർ. H2O പോളാറാണ്. H2Oക്ക് പൊളാരിറ്റി ഉണ്ട്, ആൽക്കഹോളിനും പൊളാരിറ്റി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും പോളാറാണ്. എയും സിയും രണ്ടും നോൺ പോളാറാണ്, പൊളാരിറ്റി ഇല്ലാത്ത മോളിക്യൂൾ. ഇത് മാത്രം HCl പോളാർ മോളിക്യൂളും ഹീലിയം നോൺ പോളാർ മോളിക്യൂളും. അപ്പം ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഏത് നോക്കാം. ഇപ്പോൾ ലണ്ടൻ ഫോഴ്സസ് ഏതിലാണുള്ളതെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 4 എണ്ണത്തിൽ ലണ്ടൻ ഫോഴ്സസ് ഏതൊക്കെയാണ് വരുന്നത്? ഈ എയിലും സിയിലും ലണ്ടൻ ഫോഴ്സസ് ആണ്, അല്ലെ ഡിസ്പേഴ്സൻ ഫോഴ്സാണ് എയിലും സിയിലും. ബിയിൽ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. ഡി പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല, കാരണം രണ്ടും ലിക്വിഡാണ്. H2Oയും ലിക്വിഡാണ്, ആൽക്കഹോളും ലിക്വിഡാണ്. സാധാരണ നമ്മൾ ഇത്തരം ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻസ് പറയുന്ന എല്ലാം ഗേഷ്യസ് മോളിക്യൂൾസിന് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ. 2 ഗ്യാസ് ആണെങ്കിലാണ് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത്. Now question number 10. Equal masses of equal mass hydrogen, oxygen and methane. Equal masses of hydrogen, oxygen and methane have been taken in a container of volume V. ഒരു കണ്ടെയ്നറിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും മീഥേനും എടുത്ത് 3 ഗ്യാസും എടുത്ത് അറ്റ് എ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ഇൻ ഐഡൻറ്റിക്കൽ കണ്ടീഷൻസ്. ടെമ്പറേച്ചർ സെയിം, ബാക്കി എല്ലാ കണ്ടീഷൻസും സെയിം ആണ്. ഒരു വെസലിനകത്ത് എടുത്തേക്കുന്നത്. ദ റേഷ്യോ ഓഫ്
വോളിയം ഓഫ് ഗ്യാസസ് ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് മീഥേൻ വുഡ് ബി. ആ വെസലിനകത്ത് ഇരിക്കുന്ന ഹൈഡ്രജൻ്റെയും മീഥേൻ്റെയും പിന്നെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മീഥേൻ്റെയും ഹൈഡ്രജനും ഓക്സിജനും മീഥേൻ ഇതിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ എന്താണ്? ഇതാണ് ചോദ്യം. നമുക്ക് നോക്കാം. 3 ഗ്യാസസ് അല്ലേ എടുത്തേക്ക് നമ്മൾ. ഏതൊക്കെയാണ് എടുത്തേക്കുന്നത്? ഹൈഡ്രജൻ, ഒന്ന് ഹൈഡ്രജൻ, പിന്നൊന്ന് ഓക്സിജൻ, പിന്നൊന്ന് മീഥേന്. ഈ 3 ഗ്യാസസ് എടുത്തേക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും മീഥേനും. 3ൻ്റെ മോളിക്കുലാർ മാസ് ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ് 2, ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് 32, മീഥേൻ്റെ മോളിക്കുലാർ മാസ് 16, ഹൈഡ്രജൻ്റെ 2, ഓക്സിജൻ്റെ 32, മോളിക്കുലാർ മാസ് 32 ഓക്സിജൻ്റെ. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16, ഓക്സിജൻ്റെ ഇക്വലൻ്റ് മാസ് 8. തെറ്റിപ്പോയത്, പല കുട്ടികൾക്ക് തെറ്റുന്നത് അത്. ഓക്സിജൻ്റെ ഇക്വലൻ്റ് മാസ് 8, അറ്റോമിക് മാസ് 16, ഒരാറ്റത്തിൻ്റെ മാസ്. മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 32ആണ്. 2 ഓക്സിജൻ ആറ്റം ചേർന്നാൽ ഒരു മോളിക്യൂൾ ആകുന്നത്. മീഥേൻ്റെത് 32, മോളിക്കുലാർ മാസ്സായി. ഇനിയാണ് ഈക്വൽ മാസസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഈ ക്വസ്റ്റിന് പറഞ്ഞ ഈക്വൽ മാസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈക്വൽ മാസ് എടുക്കാൻ പോകുന്നത്. ഈക്വൽ മാസ് എടുക്കാൻ പറ്റിയത് 32 എടുത്താൽ മതി. 3ൻ്റെ 32 വീതം എടുക്കാൻ പോകുന്നത്. ഇത് 32 ഗ്രാം എടുക്കുന്നു, ഇത് 32 ഗ്രാം എടുക്കുന്നു, ഇത് 32 ഗ്രാം എടുക്കുന്നു. 3 ഈക്വൽ മാസ് എടുത്ത് ഇതിനെ നമ്പർ ഓഫ് മോൾസിലോട്ട് മാറ്റാൻ പോകുന്നത്. നമ്പർ ഓഫ് മോൾസ് ഹൈഡ്രജൻ എത്ര മോളാകും? 32/2 എന്ന് പറഞ്ഞാൽ 16 മോൾസ്. ഓക്സിജൻ 32/32 എന്ന് പറഞ്ഞാൽ 1 മോള്. മീഥെയിൻ 32/16 എന്ന് പറഞ്ഞാൽ 2 മോള്, 2 മോൾസ്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും മീഥെയിനും അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് അനുസരിച്ചാണ് അതിൻ്റെ വോളിയം വരുന്നത്. അവഗാഡ്രോസ് ലോ അനുസരിച്ച്. അവഗാഡ്രോസ് ലോ 3ൻ്റെയും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയിരുന്നെങ്കിൽ അതിൻ്റെ വോളിയവും ഈക്വൽ ആയിരിക്കും. നമ്പർ ഓഫ് മോൾസ് മാറുന്നതനുസരിച്ച് അതിനകത്തുള്ള വോളിയത്തിനും മാറ്റം വരും. ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് ഗ്യാസസ് methane, hydrogen, oxygen and methane would be. So the answer is 16:1:2. 16:1:2. The answer is C. എങ്ങനെ നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ച് പെട്ടെന്ന്. ഹൈഡ്രജനും ഓക്സിജനും മീഥൈനും മോളാർ മാസ് എഴുതി, ഈക്വൽ മാസാക്കി. ഈക്വൽ മാസാക്കി പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് മാസ് ഏതാണ് അതിന് 3നും അങ്ങ് എഴുതി. ഹയസ്റ്റ് മാസ് നമ്പർ ഓഫ് മോൾസിലോട്ട് മാറ്റി. മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ആകും. 32/2 16, 32/32 1, 32/16 2, 32/2 16 ഈ രീതിയിൽ മാറ്റി. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി നമുക്കത് ഓരോന്നിൻ്റെയും പ്രഷർ കണ്ടുപിടിക്കണമെങ്കിലോ എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കണം. ഇതിനകത്താണ് സാധാരണ ചെയ്യാറുള്ളത്. ഇവിടെ വോളിയം ഓഫ് ദ ഗ്യാസസ് ഈസ് ഇൻ ദ റേഷ്യോ 16:1:2. Okay. Question number 11. Equal moles of hydrogen and oxygen gases. Equal moles, number of moles equal moles of hydrogen and oxygen gases. Equal moles of hydrogen and oxygen gases are placed in a container with a pinhole. ഒരു pinhole in the container വെച്ചേക്കുന്നത്, through which both can escape. ആ പിൻഹോളിൽ കൂടെ ആ 2 ഗ്യാസിനും എസ്കേപ്പ് ചെയ്യാൻ പോകും. ഇവിടെ ചോദ്യം ഇതാണ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ എസ്കേപ്പ് ഇൻ ദ ടൈം റിക്വയർഡ് ഫോർ 1/2 ഓഫ് ദ ഹൈഡ്രജൻ ടു എസ്കേപ്പ്. 1/2 ഹൈഡ്രജൻ 1/2 മോൾസ് ഹൈഡ്രജൻ എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് എത്ര ഫ്രാക്ഷൻ ഓക്സിജൻ അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്തു പോകും? ഗ്രഹാംസ് ലോ R1/R2 is the root of M2/M1. R ഏത് നമുക്ക് ഓക്സിജൻ, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മോളിക്കുലർ മാസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ. R1/R2 is the root of M2/M1 എന്നുള്ള ഇക്വേഷൻ. Rate of diffusion of oxygen will be rate of diffusion of hydrogen is equal to
molecular mass of hydrogen divided by molecular mass of oxygen is equal to hydrogen oxygen molecular mass നമുക്കറിയാം root of hydrogen molecular mass 2 oxygen molecular mass 32 is equal to root of 1 by 16 is equal to 1 by 4. അപ്പോൾ rate of diffusion of oxygen to rate of diffusion of hydrogen is equal to 1 by 4. Suppose നമ്മൾ ഈ രണ്ട് ഈക്വൽ മോൾസ് എടുക്കാൻ പോകുന്നു. എക്സ് മോൾസ് അത്രയും ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈച്ച് ഈസ് ടേക്കൺ. ഏതെടുത്താലും മതി, രണ്ടിൻ്റെയും എക്സ് മോൾസ് വീതം എടുത്തു എന്ന് വെച്ചോ. സപ്പോസ് എക്സ് മോൾസ് ഈച്ച് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ടേക്കൺ ഇൻ ദ വെസൽ, എക്സ് മോൾസ് ഈച്ച്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ബൈ ടി എന്ന് വേണമെങ്കിൽ എഴുതാം. നമ്പർ ഓഫ് മോൾസിൽ എടുക്കാം. അതായത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗ്യാസ് ഡിഫ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. വോളിയം ഓഫ് ദ ഗ്യാസ് ഡിഫ്യൂസ്ഡ് ബൈ ടൈം ടേക്കൺ എന്നുണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗ്യാസ് ഡിഫ്യൂസ്ഡ് ബൈ ടൈം ടേക്കൺ എന്നുണ്ട്. വോളിയം ഡിഫ്യൂസ്ഡ് ബൈ ടൈം ടേക്കൺ ഓർ നമ്പർ ഓഫ് മോൾസ് ഡിഫ്യൂസ്ഡ് ബൈ ടൈം ടേക്കൺ. അങ്ങനെ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഓക്സിജൻ്റെ ഒരേ സമയത്താണ് ബോത്ത് ക്യാൻ എസ്കേപ്പ്, ടൈം എസ്കേപ്പ് 1/2 ഓഫ് ദ ഹൈഡ്രജൻ എസ്കേപ്പ്. സോ ആർ ഈസ് ഈക്വൽ ടു എൻ ബൈ ടി. അതനുസരിച്ച് നമുക്ക് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജന്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നതിന് RO2 നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഡിഫ്യൂസ്ഡ് എക്സ് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ x/2 ഡിഫ്യൂസ് ചെയ്ത് പോയി. 1/2 ഓഫ് ഹൈഡ്രജൻ ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര മോൾസ് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യുന്ന ചോദ്യം. അതുകൊണ്ട് ഇങ്ങനെ എടുത്തു. ഇതിന് പകരം RO2 ബൈ RH2 എന്നതിന് പകരം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഡിഫ്യൂസ്ഡ് എക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഡിഫ്യൂസ്ഡ് x/2 ഈസ് ഈക്വൽ ടു ഈ ആൻസർ 1/4. ഇതിന് എന്ത് ചെയ്യും? ഈ ഇക്വേഷൻസിന് RO2 ഈസ് ഈക്വൽ ടു RO2 റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ. ഇത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ എഴുതിയാലും മതി. RO2 റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു x/2 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു x ഡിവൈഡഡ് ബൈ 8. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ 1/8 ഓഫ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈക്വൽ മോൾസ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഈക്വൽ മോൾസ് ആണ് ഹൈഡ്രജനും ഓക്സിജനും എടുത്തേക്കുന്നത്. അത് എക്സ് മോൾസ് വീതമാണ് എടുത്തേക്കുന്നത്. 2 എക്സ് മോൾസ് വീതം എടുത്തു. പിൻഹോളിൽ കൂടെ ഡിഫ്യൂസ് ചെയ്യുന്നു. ഡിഫ്യൂസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. അപ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ നമ്പർ ഓഫ് മോൾസ് ബൈ ടൈം ടേക്കണാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഡിവൈഡ് ബൈ ഹൈഡ്രജൻ എക്സ് മോൾസ് ആണ് നമ്മൾ ഈക്വൽ എടുക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ്റെ x/2 എന്നെടുത്ത്, കാര്യം 1/2 ഓഫ് ഹൈഡ്രജൻ ഈസ് ഡിഫ്യൂസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് x/2 എന്നെടുത്ത് ഈസ് ഈക്വൽ ടു 1/4. സോ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി x/2 ഡിവൈഡ് ബൈ 4 x/8 ദാറ്റ് ഈസ് 1/8. 1/2 ഓഫ് ഹൈഡ്രജൻ ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് only 1/8 ഓഫ് ഓക്സിജൻ വിൽ ഡിഫ്യൂസ്. ഹൈഡ്രജൻ എത്ര മോൾസ് എടുത്താലും അതിൻ്റെ പകുതി ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ അതേ നമ്പർ ഓഫ് മോൾസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 8/1 ഡിഫ്യൂസ് ചെയ്യുന്നു. മനസ്സിലായേ? സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. Given van der Waals constants for NH3, H2, O2 and CO2 are respectively 4.17, 0.244, 1.36 and 3.59 in liter atmosphere units. Which one of the following gases is most easily liquefied? ഇതിൽ ഏത് ഗ്യാസിനാണ് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നത്?
The van der Waals constants A എന്നൊരു വാക്കുണ്ടായിരുന്നു. van der Waals constants A for ammonia, hydrogen, oxygen and carbon dioxide. ഏതാണ് ലിറ്റർ അറ്റ്മോസ്ഫിയർ യൂണിറ്റ്സിൽ പറഞ്ഞേക്കുന്ന എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അമോണിയയുടെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഈ നാലെണ്ണത്തിൽ പറഞ്ഞേക്കുന്നത്. ദ കോൺസ്റ്റന്റ് എ ഈസ് എ മെഷർ ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എ ഈസ് എ മെഷർ ഓഫ് attraction between the molecules. As the value of A increases, attraction increases and the gas can be easily liquefied. ഇപ്പോൾ ഏത് ഗ്യാസിനാണോ എ വാല്യൂ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എ കൂടുതൽ, ആ ഗ്യാസിന് പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റും. കാരണം ആ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവിടെ അമോണിയയുടെ വാല്യൂ ആണ് 4.17, ബാക്കി എല്ലാം അതിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് അമോണിയ ഗ്യാസ് ക്യാൻ ബി ഈസിലി ലിക്വിഫൈഡ്. അമോണിയ ഗ്യാസ് നമുക്ക് വളരെ പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റും. അമോണിയ ഗ്യാസ് ക്യാൻ ബി ഈസിലി ലിക്വിഫൈഡ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ എ വാല്യൂ കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഏത് 4 ഗ്യാസിൻ്റെ എ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ എ വാല്യൂ വരുന്ന ഗ്യാസിന് പെട്ടെന്ന് ലിക്വിഡ് ആക്കാം. കാരണം എ കൂടുന്നതനുസരിച്ച് അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടി വരും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 13. The correction factor A to the ideal gas equation corresponds to correction factor. അതിപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഇപ്പോൾ പറഞ്ഞതാണ്. എ എന്ന് പറയുന്നത് കറക്ഷൻ ഫാക്ടറാണ്. എ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കറസ്പോണ്ട്സ് ടു ഏതിനാണ്? ഡെൻസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് അല്ല, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് അല്ല, വോളിയത്തിൽ നിന്ന് വരുന്ന ബി ആണ്. ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ ഒരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല. ഇലക്ട്രിക് ഫീൽഡ് പ്രസന്റ് ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ്, force of attraction between the gas molecules. So the answer is D. So the correction factor A of the ideal gas arises from or it corresponds to the forces of attraction between the gas molecules. Gas molecules ഉള്ള force of attraction എന്നാണ് ഈ correction factor വരുന്നത്. Okay, answer is D. Question number 14. Question number 14. The pressure P of a gas is plotted against absolute temperature. പിയും ടിയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കും. ഫോർ 2 different വോളിയംസ് V1 ആൻഡ് V2. 2 വോളിയത്തിന് വരയ്ക്കുന്നു. വെൻ V1 ഗ്രേറ്റർ ദാൻ V2, അല്ലെങ്കിൽ V1 V2വിനേക്കാൾ കൂടുതലാവുന്നു. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ഏതൊക്കെ തമ്മിൽ? പിയും ടിയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്നു. പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്നു. 2 different വോളിയം, 2 വോളിയത്തിൽ V1 എന്ന് പറയുന്നൊരു വോളിയത്തിലും V2 എന്ന് പറയുന്നൊരു വോളിയത്തിലും ഗ്രാഫ് വരയ്ക്കുന്നു. ഓപ്ഷൻ ഇതാണ്. കർവ്സ് ഹാവ് ദ സെയിം സ്ലോപ്പ് ആൻഡ് ഡു നോട്ട് ഇന്റർസെക്റ്റ്. ബി, കർവ്സ് മസ്റ്റ് ഇന്റർസെക്റ്റ് അറ്റ് സം പോയിന്റ് അതർ ദാൻ t is equal to 0. ഓപ്ഷൻ സി, കർവ് ഫോർ V2 ഹാസ് എ ഗ്രേറ്റർ സ്ലോപ്പ് ദാൻ ദാറ്റ് ഫോർ V1. ഓപ്ഷൻ ഡി, കർവ് ഫോർ V1 ഹാസ് എ ഗ്രേറ്റർ സ്ലോപ്പ് ദാൻ ഫോർ V2. ഇവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കാനേ, ഈ ഗ്രാഫിൽ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിൽ എക്സ് ആക്സിലൂടെ എടുത്ത് പ്രഷർ വൈ ആക്സിലൂടെ എടുക്കുന്നു. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഗ്രാഫ് വരയ്ക്കുന്നു. ഈ ഗ്രാഫ് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഗേലുസാക്സിന്റെ ഗ്രാഫായത്. ഗേലുസാക്സിലായിട്ട് ഗ്രാഫ്. ഗേലുസാക്സില പറയുന്നത് പ്രഷറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം the pressure of a given mass of gas is directly proportional to absolute temperature. പ്രഷർ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഇവിടെ 2 ഗ്രാഫ് 2 ടെമ്പറേച്ചറിലാണ്, 2 വോളിയത്തിലായിരിക്കും, V1ലും V2ലും. അപ്പോൾ 2 സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. 2 സ്ട്രെയിറ്റ് ലൈൻ. ഇതിൽ ഏതായിരിക്കും V1ൽ വരയ്ക്കുന്നത്, ഏതായിരിക്കും V2ൽ വരയ്ക്കുന്നത്? വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ ഏതാ വോളിയം കൂടുതൽ? V1 ആ കൂടുതൽ. V1 ഗ്രേറ്റർ ദാൻ V2. അപ്പോൾ ഈ ഗ്രാഫ് V1, ഈ ഗ്രാഫ് V2. V1 V2, അതായത് V1 എന്ന് പറയുന്ന പ്രഷറിൽ ഗ്രാഫ് താഴോട്ടും V2 എന്ന് പറയുന്ന ഗ്രാഫ് കൂടുതലും. V2 is less than V1.
അപ്പോൾ ഇതിലേതിനായിരിക്കും സ്ലോപ്പ് കൂടുതൽ? രണ്ടും. ഇനി ഓപ്ഷൻ നോക്കേ. കർവ്സ് ഹാവ് ദ സെയിം സ്ലോപ്പ്. തെറ്റ്. രണ്ട് ലൈനാണ്, ഒരിക്കലും ഒരു സ്ലോപ്പ് അല്ല. അപ്പോൾ ഇവിടെ V1 ഗ്രേറ്റർ ദാൻ V2. അപ്പോഴാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടിയത്. കർവ്സ് ഹാവ് ദ സെയിം സ്ലോപ്പ് ഇല്ല, രണ്ട് ലൈൻ ആകുമ്പോൾ രണ്ട് സ്ലോപ്പ് തന്നെ, ഒരേ സ്ലോപ്പ് അല്ല. കർവ് മസ്റ്റ് ഇന്റർസെക്ട് അറ്റ് സം പോയിന്റ് അതർ ദാൻ t=0. t=0 ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വേറെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിട്ടില്ല, അതും തെറ്റ്. കർവ് ഫോർ V2 ഹാസ് എ ഹയർ സ്ലോപ്പ് ദാൻ ഫോർ V1. അടുത്തത് കർവ് ഫോർ V1 ഹാസ് എ ഹയർ സ്ലോപ്പ് ദാൻ ഫോർ V2. ഏതാ ശരി? സ്റ്റീപ്പായിട്ട് വരുന്ന ഗ്രാഫിനാണ് സ്ലോപ്പ് കൂടുതൽ. സ്റ്റീപ്പ്നെസ് കൂടിയാൽ സ്ലോപ്പും കൂടുതലായിരിക്കും. സോ V2 വരുന്നതിനാണ് സ്ലോപ്പ് കൂടുതൽ. കർവ് ഫോർ V2 ഹാസ് എ ഗ്രേറ്റർ സ്ലോപ്പ് ദാൻ V1. ഇതാണ് ആൻസർ. ഇല്ലെങ്കിൽ വേറെ രീതി വേണമെങ്കിൽ പറയാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? PV is equal to nRT. PV is equal to nRT. അതിനകത്ത് P is equal to nR by V into T. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഗ്രാഫാണ്. Y ഇൻ്റർസെപ്റ്റ് ഇല്ല. ഇത് Y, ഇത് MX, X എന്ന T, ഇത് Y. അതാണ് നമ്മൾ ഈ ഗ്രാഫ് വരച്ചേക്കുന്നത്. Y ആക്സിയുടെ P എടുത്ത് X ആക്സിയുടെ T എടുത്ത്. ഇപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് nR by V, അല്ലെങ്കിൽ സ്ലോപ്പ് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അപ്പോൾ വോളിയം കൂടിയാൽ സ്ലോപ്പ് കുറയും. വോളിയം കൂടിയാൽ സ്ലോപ്പ് കുറയും. വോളിയം ഏതാ കൂടുതൽ? V1 ഈസ് ഗ്രേറ്റർ ദാൻ V2. V1 അല്ലെങ്കിൽ V2 ലെസ് ദാൻ V1. V2 ലെസ് ദാൻ V1. അപ്പോൾ വോളിയം കുറഞ്ഞതിന് സ്ലോപ്പ് കൂടുതലായിരിക്കും. വോളിയം കുറഞ്ഞതിന് സ്ലോപ്പ് വളരെ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ V2 വരുന്നതിന് സ്ലോപ്പ് വളരെ കൂടുതലായിരിക്കും. ടു ഡിഫറെൻറ്റ് കർവ്സ്. കർവ് V2 ഹാസ് എ ഗ്രേറ്റർ സ്ലോപ്പ്. V2 ഹാസ് എ ഗ്രേറ്റർ സ്ലോപ്പ്. ഓക്കെ, ദാറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 15. രണ്ട് രീതി പറഞ്ഞു. ഒന്ന് ഈ ഗ്രാഫ് അറിയാവുന്നുണ്ടെങ്കിൽ ഗ്രാഫിനർത്ഥം പറയാം, അതല്ലെങ്കിൽ ഈ രീതി പറയാം. Now question number 15. The ratio gamma for inert gases. എന്താണ് ഗാമ? നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇത് കൂടുതൽ പഠിക്കുന്നത്. തെർമോഡൈനാമിക്സ് കൂടുതൽ പഠിക്കാനുണ്ട്. അവിടെ CV എന്നും CP എന്നും രണ്ട് ടേം ഉണ്ട്. CV, CP മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് എ കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ. CV എന്ന് പറഞ്ഞാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. CP എന്ന് പറഞ്ഞാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് ത്രൂ 1 degree Celsius. 1 mole ഗ്യാസ് എടുത്ത് അതിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius കൂട്ടാൻ എന്തുമാത്രം ഹീറ്റ് വേണോ അതിനെയാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. The heat required to raise the temperature of 1 mole of a gas through 1 degree Celsius is called molar heat capacity. കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ CV എന്ന് കൊടുക്കും, കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ CP എന്ന് കൊടുക്കും. ഇത് നമ്മൾ റിലേഷൻ ഉണ്ട്. CP മൈനസ് CV ഈസ് ഈക്വൽ ടു R. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ തെർമോഡൈനാമിക്സ് പഠിക്കും. CP മൈനസ് CV ഈസ് ഈക്വൽ ടു R. R ഈസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇനി CP ഡിവൈഡഡ് ബൈ CV എന്ന് പറഞ്ഞാൽ നമ്മൾ റേഷ്യോ ഓഫ് മോളാർ ഹീറ്റ്സ് എന്ന് പറയും. റേഷ്യോ അത് ഗാമ എന്ന് സിമ്പിൾ കൊടുക്കും. ദ റേഷ്യോ ഗാമ. ഇതിന് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ട്. ഇറ്റ് ഹാസ് കോൺസ്റ്റൻറ്റ് വാല്യൂസ്. അതായത് ഇഫ് ഗാമ ഈസ് ഈക്വൽ ടു 1.66 ദ ഗ്യാസ് ഈസ് മോണോ അറ്റോമിക്. മോണോറ്റോമിക് ഗ്യാസസിൻ്റെ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ റേഷ്യോ മോളാർ ഹീറ്റ്സ്, മോളാർ സ്പെസിഫിക് ഹീറ്റ് 1.66. ഗാമ ഈസ് ഈക്വൽ ടു 1.40 ആണെങ്കിൽ അത് ഡയറ്റോമിക്. ഗാമ ഈസ് ഈക്വൽ ടു 1.33 ആണെങ്കിൽ അത് ട്രൈ അറ്റോമിക്.
ആ വാല്യൂ പഠിച്ചു വെച്ചേക്കണേ. ഫോർ മോണോഅറ്റോമിക് ഗ്യാസസ് ഗാമ ഈസ് ഈക്വൽ ടു 1.66. ഫോർ ഡയറ്റോമിക് ഗ്യാസസ് ഗാമ ഈസ് ഈക്വൽ ടു 1.40. ഫോർ ട്രയറ്റോമിക് ഗ്യാസസ് ഗാമ ഈസ് ഈക്വൽ ടു 1.33. അപ്പോൾ ഇവിടെ റേഷ്യോ ഗാമ ഫോർ ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്ന എല്ലാം മോണോ അറ്റോമിക്കാണ്. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എല്ലാ നോബിൾ ഗ്യാസസും അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസസും മോണോ അറ്റോമിക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഗാമ വാല്യൂ എന്ന് പറയുന്നത് 1.66. അപ്പോൾ ഈ വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ. മോണോഅറ്റോമിക് ഗ്യാസിൻ്റെ ഗാമ എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായല്ലോ. CP/CV ഈസ് ഈക്വൽ ടു ഗാമ. റേഷ്യോ ഓഫ് മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയും. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മതി CP/CV. മോണോഅറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ 1.66, ഡയറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ 1.4, ട്രയറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ 1.33. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 16. Pressure of a mixture of 4 gram of oxygen and 2 gram of hydrogen confined in a bulb of 1 liter at 0 degree Celsius is. ഒരു വെസലിനകത്ത് 1 ലിറ്റർ വെസലാണ് 0 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്നത്. 1 ലിറ്റർ വെസൽ 0 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്നത്. അതിനകത്ത് 4 ഗ്രാം ഓക്സിജനും 2 ഗ്രാം ഹൈഡ്രജനും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസിൻ്റെ പ്രഷർ എത്രയാണ്? Pressure of a mixture of 4 gram of oxygen and 2 gram of hydrogen in a bulb of 1 liter at 273 Kelvin. 273 Kelvin. 0 degree Celsius 273 Kelvin is. ഇതിലേത് ഒരു ആൻസർ ആയിരിക്കും? നമുക്ക് നോക്കാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. ഇതിനകത്ത് പ്രഷർ കണ്ടുപിടിക്കാം. P is equal to nRT divided by V. നമ്പർ ഓഫ് മോൾസ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ, വോളിയം ഇത്രയും അറിയാമെങ്കിൽ ആ ഗ്യാസിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിൽ 2 ഗ്യാസ് ഉണ്ട്. ആ 2 ഗ്യാസിൻ്റെ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? 4 ഗ്രാമല്ലേ എടുത്തേക്കുന്നത്? 4 ഗ്രാം ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളിക്കുലർ മാസ് 4/32. നമ്പർ മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ മാസിനെ മോളിക്കുലർ മാസും ഡിവൈഡ് ചെയ്തു. 4/32 എന്ന് പറഞ്ഞാൽ 1/8 അല്ലെങ്കിൽ 10 0.125 മോൾസ് ഓക്സിജനാണ് ഉള്ളത്. നമ്പർ മോൾസ് ഹൈഡ്രജൻ എത്ര ഗ്രാം എടുത്തത്? 2 ഗ്രാം. അത് എളുപ്പമായി. 2 അതിൻ്റെ മോളിക്കുലർ മാസ് 2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ടോട്ടൽ നമ്പർ മോൾസ് എത്ര ഉണ്ട്? ടോട്ടൽ നമ്പർ മോൾസ് 2 കൂടെ 1 പ്ലസ് 0.125 ഈസ് ഈക്വൽ ടു 1.125. അതിവിടെ അങ്ങ് എഴുതിയാൽ മതി. P ഈസ് ഈക്വൽ ടു 1.125 ഇൻറ്റു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ. ഈ ആൻസർ എല്ലാം അറ്റ്മോസ്ഫിയറിലാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് ലിറ്റർ അറ്റ്മോസ്ഫിയറിലെ വാല്യൂ എടുക്കുന്നു. 0.0821 ഇൻറ്റു ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് 273 എന്ന് എഴുതുന്നു. 273 ഡിവൈഡഡ് ബൈ വോളിയം 1 ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് എടുത്തപ്പോൾ 2 ഗ്യാസിൻ്റെ കൂടെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എടുത്ത്. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 2ൻ്റെയും പ്രത്യേകം പ്രഷർ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം. അങ്ങനെയും ചെയ്യാം. ഇതേപോലെ തന്നെ ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ P ഈസ് ഈക്വൽ ടു 0.125 ഇൻറ്റു R ഇൻറ്റു T ബൈ V. ഹൈഡ്രജൻ്റെ പ്രത്യേകം 1 ഇൻറ്റു R ഇൻറ്റു T ഇൻറ്റു ബൈ V. എന്നിട്ട് 2 കൂടെ ടോട്ടൽ ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ 2ൻ്റെ കൂടെ നമ്പർ ഓഫ് മോൾസ് ഒരുമിച്ച് അങ്ങ് എഴുതി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 25.215 അറ്റ്മോസ്ഫിയർ. 25.215 atmosphere. So the answer is A. 25.215 atmosphere. But total pressure. So this is the total pressure. Now
Next question. If the inversion temperature of a gas is minus 80 degrees Celsius, ഒരു ഗ്യാസിൻ്റെ ഇൻവേർഷൻ ടെമ്പറേച്ചർ minus 80 degrees Celsius ആണെങ്കിൽ it will produce cooling under Joule-Thomson effect at. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ അറിയണം. എന്താണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ, എന്താണ് ജൂൾ-തോംസൺ ഇഫക്റ്റ്. ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്നാൽ when a gas is Joule-Thomson effect ആദ്യം പറയാം. when a gas is expanded from high pressure to low pressure or high pressure to vacuum, a cooling effect is produced. ഒരു ഗ്യാസിന് ഒരു ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കോ വാക്വത്തിലോട്ടോ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്യാസിൻ്റെ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. ഇതാണ് ജൂൾ-തോംസൺ ഇഫക്റ്റ്. പക്ഷേ there is a particular temperature to every gas below which it shows cooling effect or Joule-Thomson effect and above which it shows heating effect. ഏതൊരു ഗ്യാസിനും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ താഴെയാണെങ്കിൽ മാത്രമേ അതിന് കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിന് മുകളിലാണെങ്കിൽ അതിന് ഹീറ്റിംഗ് ഉണ്ടാവും. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്ന പേരാണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ. ഇനി നോക്കേ, the inversion temperature of gas is minus 80 degrees Celsius. Then it will produce cooling under Joule-Thomson effect at. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലായിരിക്കും അതിന് ജൂൾ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകും. അതായത് -80 C താഴെ, -79 degrees Celsius. അങ്ങനെ ഒരു ആൻസർ കെൽവിനിലായി ഇവിടെ കൊടുത്തേക്കുന്നതെന്നേ ഉള്ളൂ. -79, -78, അതിന് ഏതെങ്കിലും ടെമ്പറേച്ചർ താഴെ മാത്രമേ നമുക്ക് കൂളിംഗ് ഇഫക്റ്റ് കിട്ടത്തുള്ളൂ. -81, -82 അങ്ങനെ പോകേണ്ടത്. -79, 78 എന്നല്ല, -80 ഡിഗ്രി സെൽഷ്യസിന് താഴത്തെ ടെമ്പറേച്ചറിൽ മാത്രമേ അതിന് എക്സ്പാൻഡ് ചെയ്യിച്ചാൽ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. നോക്കാം, -80 ഡിഗ്രി സെൽഷ്യസ് എന്നല്ലേ പറഞ്ഞേക്കുന്ന ടെമ്പറേച്ചർ. ഇപ്പോൾ -80 ആകുമ്പോൾ അതിന് നമ്മൾ കെൽവിനിലോട്ട് മാറ്റാൻ പോകുന്നു. ഏതെങ്കിലും ടെമ്പറേച്ചറിനെ കെൽവിനിലോട്ട് മാറ്റണമെങ്കിൽ അതിൻ്റെ ഡിഗ്രി സെൽഷ്യസ് -80 ഡിഗ്രി സെൽഷ്യസ്, അതിന് 273 ആഡ് ചെയ്യണം. ഇപ്പോൾ 273 -80 391 193 കെൽവിൻ. ഇപ്പോൾ 193 കെൽവിനിൽ ജൂൾ-തോംസൺ ഇഫക്റ്റ് കാണിക്കത്തില്ല, കൂളിങ്ങും ഇല്ല, ഹീറ്റിങ്ങും ഇല്ല. 193 താഴത്തെ ടെമ്പറേച്ചറിലാണെങ്കിൽ അത് കൂളിംഗ് കാണിക്കും, അതിന് മുകളിലാണെങ്കിൽ ഹീറ്റിംഗ് കാണിക്കും. അപ്പോൾ ഇവിടെ 193ക്ക് താഴത്തെ ടെമ്പറേച്ചർ ഏതുണ്ടെന്ന് നോക്കിയാൽ മതി. 298, 273, 193, 173. ഈ ടെമ്പറേച്ചറിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യിച്ചാൽ 173 കെൽവിനിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യിച്ചാൽ അത് കൂളിംഗ് ഇഫക്റ്റ് കാണിക്കും. ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്നാൽ ദ ടെമ്പറേച്ചർ ബിലോ വിച്ച് ഇറ്റ് ഷോസ് കൂളിംഗ് ഇഫക്റ്റ് ബൈ എക്സ്പാൻഷൻ ഓർ എബവ് വിച്ച് ഇറ്റ് ഡസ് നോട്ട് ഷോ കൂളിംഗ് ഇഫക്റ്റ് ബൈ എക്സ്പാൻഷൻ. അത് എക്സ്പാൻഷനിൽ കൂളിംഗ് ഇഫക്റ്റ് കാണിക്കത്തില്ല. ഓക്കെ, ഇതാണ് ഇൻവേർഷൻ ടെമ്പറേച്ചറും ജൂൾ-തോംസൺ ഇഫക്റ്റ്. ഒന്നുമില്ല, തന്ന ടെമ്പറേച്ചറിൻ്റെ കെൽവിലോട്ട് മാറ്റി, അതിന് താഴത്തെ ഒരു ടെമ്പറേച്ചറിൽ അത് കൂളിംഗ് ഇഫക്റ്റ് കാണിക്കും, അതിന് മുകളിലത്തെ ടെമ്പറേച്ചറിൽ കൂളിംഗ് ഇഫക്റ്റ്. ഇപ്പോൾ ഇത് അറിയാമെങ്കിൽ മാത്രമേ ഈ ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 18. The critical temperature of water is higher than that of oxygen because water molecules has water. Critical temperature എന്താ ഓർമ്മയുണ്ട? Critical temperature is the temperature below which the gas can be liquefied by applying pressure or above which the gas cannot be liquefied by applying pressure. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ മാത്രമേ നമുക്ക് പ്രഷർ കൊടുത്ത് ഒരു ഗ്യാസിന് ലിക്വിഡ് ആക്കാൻ പറ്റത്തുള്ളൂ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ എത്ര പ്രഷർ കൊടുത്താലും ആ ഗ്യാസിന് ലിക്വിഡ് ആക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്തുകൊണ്ടാണ് വാട്ടറിന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വളരെ വലുതായത്, കൂടിയത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലാണ്. കാര്യം കുറച്ച് ഹയർ ടെമ്പറേച്ചർ തന്നെ നമുക്ക് വാട്ടറിനെ ലിക്വിഡ് ആക്കാൻ പറ്റും പ്രഷർ കൊടുത്ത്. സ്റ്റീമിനെ പ്രഷർ കൊടുത്ത് ലിക്വിഡ് ആക്കാമെന്നതിൻ്റെ അർത്ഥം. ഫിവർ ഇലക്ട്രോൺസ് ദാൻ ഓക്സിജൻ, അത് ശരിയല്ല. ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഓക്സിജൻ്റെ എണ്ണത്തെക്കാൾ കുറവായതുകൊണ്ട് 2 കോവലന്റ് ബോണ്ട്സ്, വാട്ടറിനകത്തും 2 കോവലന്റ് ബോണ്ട് ഉണ്ട്, H2O എന്നല്ലേ. ഓക്സിജനിൽ 2 ബോണ്ടുണ്ട്. ഓക്സിജൻ 8 16 ഇലക്ട്രോൺസ് ഉണ്ട്,
ഇതിനകത്ത് 8 2 10 ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ഒന്നുമില്ല. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്. കോവലന്റ് ബോൺസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വി ഷേപ്പ് മോളിക്യൂൾസ്, ഷേപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ആൻസർ ചെയ്ത ഡൈപോൾ മൊമെന്റ്. മോളിക്യൂൾസിന് പൊളാരിറ്റി ഉണ്ടെങ്കിൽ, മോളിക്യൂൾസിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെങ്കിൽ, ഹൈഡ്രജൻ ബോണ്ട് ആൻസർ വന്നിട്ട് കുറച്ചുകൂടി ശരിയായിരുന്നു. ഡൈപോൾ മൊമെന്റ്, ഹൈഡ്രജൻ ബോണ്ട്. ഡൈപോൾ മൊമെന്റോ ഹൈഡ്രജൻ ബോണ്ടോ വന്നു കഴിഞ്ഞാൽ ആ ഗ്യാസസിന് അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസുകൾക്ക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും, ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസ് ഇവിടെ പറഞ്ഞത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ ബിക്കോസ് വാട്ടർ ഹാസ് എ ഡൈപോൾ മൊമെന്റ്. ഓക്സിജന് ഡൈപോൾ മൊമെന്റ് ഇല്ല. ഓക്സിജൻ ഡൈപോൾ മൊമെന്റ് ഇല്ല. വാട്ടറിന് ഡൈപോൾ മൊമെന്റ് എത്ര ഓർമ്മയുണ്ടോ? ഡൈപോൾ മൊമെന്റ് സിമ്പിൾ മ്യൂ എന്നാണ്, 1.84 d/. ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് d/, 1.84 d/. ഓക്സിജൻ്റെ ഡൈപോൾ മൊമെന്റ് എത്ര? 0. ഓക്സിജൻ ഡൈപോൾ മൊമെന്റ് ഇല്ല, വാട്ടറിന് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. സോ ദ ആൻസർ ഈസ് ഡൈപോൾ മൊമെന്റ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടാൻ കാരണം ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസിനോ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള മോളിക്യൂൾസിനോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. Question number 19. 1 gram of a gas A is at 4 bar pressure. A എന്ന് പറയുന്ന ഗ്യാസ് 1 ഗ്രാം എടുത്ത് അതിൻ്റെ പ്രഷർ 4 ബാർ. ഇഫ് വി ആഡ് 2 gram of a gas B, അതിനകത്തേക്ക് 2 ഗ്രാം വരുന്ന വേറൊരു ഗ്യാസ് കൂടെ ആഡ് ചെയ്യുന്നു, 2 gram of a gas B, then the total pressure inside the container is 6 bar. രണ്ടാമതൊരു ഗ്യാസും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ പ്രഷർ കൂടി 6 ബാർ ആയി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഈ താഴെ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പം ആദ്യത്തത് എ എന്ന് പറയുന്ന ഗ്യാസ്, അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, 1 gram ഓഫ് ദ ഗ്യാസ്. അതിൻ്റെ മോളിക്കുലർ മാസ് ഒന്നും തന്നിട്ടേ ഇല്ല, അതിന് എം എന്ന് കൊടുക്കാം. ഇതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് പി എന്ന് കൊടുക്കുന്നു. എത്ര പ്രഷർ? 4 ബാർ. 4 ബാർ. ഇപ്പോൾ ഒരു ഗ്യാസ് 1 ഗ്രാം എടുത്തു, എ എന്ന് പറയുന്ന ഗ്യാസ്. അതിൻ്റെ നമ്പർ മോൾസ് എന്ന 1/ma. കാര്യം ഇതിനകത്ത് എല്ലാ എം എയും എം ബിയും തമ്മിലുള്ള റിലേഷനാണ്. 4 ഓപ്ഷനിലും എം എ ഇസ്കൽ 2 MB, എം ബി ഇസ്കൽ 2 MA, എം എ ഇസ്കൽ 4 MB, എം ബി ഇസ്കൽ 4 MA. അതുകൊണ്ട് എം എ എന്ന് പറയുന്ന മോളിക്കുലർ മാസ് എടുത്ത് അതിൻ്റെ പ്രഷർ തന്നിട്ടുണ്ട് 4 ബാർ. ഇനി രണ്ടാമത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. ബിയുടെ നമ്പർ ഓഫ് മോൾസ് 2 ഗ്രാം ആണ്, 2 ഗ്രാം. അതിൻ്റെ മോളിക്കുലർ മാസ് MB. അതിൻ്റെ പ്രഷർ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം 2 ഗ്രാം ഗ്യാസ് ബിയും കൂടെ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ പ്രഷർ 6 ബാർ എന്നായി. അതായത് രണ്ടിൻ്റെയും കൂടെ പ്രഷർ എടുക്കുകയാണെങ്കിൽ PA പ്ലസ് PB, അത് 6 ബാറാണ്. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് വേണമെങ്കിൽ PB ഇസ്കൽ 2 ബാർ എന്ന് എഴുതാം. ആറുത് കുറച്ച് 2 ബാർ. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. The ideal gas equation is PV is equal to nRT. PV is equal to nRT, ideal gas equation. ഇതിനകത്ത് N/P is equal to V divided by RT. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഇത് വെച്ച് ഈ ഇക്വേഷനകത്താണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഗ്യാസിൻ്റെ വോളിയം സെയിം ആണ്, കാരണം രണ്ടും ഒരു വെസൽ, ഒരു കണ്ടെയ്നറാണ്, വോളിയം സെയിം. പിന്നെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും, കാര്യം ഒരു കണ്ടെയ്നറിനകത്ത് ടെമ്പറേച്ചർ സെയിം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇവിടെ വ്യത്യാസം നമ്പർ മോൾസും പ്രഷറും മാത്രമേ ഉള്ളൂ. നമ്പർ മോൾസിനും പ്രഷറിനും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് അതിൻ്റെ നമ്പർ മോൾസ് ബൈ പ്രഷർ. ആദ്യം എ എന്ന് പറയുന്നതിന് നമ്പർ മോൾസ് എത്രയായിരുന്നു? എ മാത്രമേ ഉള്ളായിരുന്നു അതിനകത്ത് ആദ്യം. 1 ഡിവൈഡഡ് ബൈ MA ഡിവൈഡഡ് ബൈ അതിൻ്റെ പ്രഷർ എത്രയായിരുന്നു? 4, വിച്ച് വിൽ ബി ഈക്വൽ ടു
നമ്പർ ഓഫ് മോൾസിനെ പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതി ഈസ് ഈക്വൽ ടു. ഇനി രണ്ടാമത്തെ കൂടെ ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടിൻ്റെ കൂടെ നമ്പർ ഓഫ് മോൾസ് 1 ഡിവൈഡഡ് ബൈ MA പ്ലസ് 2 ഡിവൈഡഡ് ബൈ MB ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ 6. ഇതിനകത്തു നിന്നാണ് നമ്മൾ ഈ റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കാര്യം നമ്മൾ രണ്ടാമത്തെ ഗ്യാസ് ആഡ് ചെയ്തതിന് ശേഷം V/RT സെയിം ആണ്. ആദ്യം വെറും ഗ്യാസ് മാത്രമായിരിക്കും V/RT സെയിം ആണ്. അപ്പോൾ ആദ്യം N/Pക്ക് വരെ 1/MA ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു V/RT. രണ്ടാമത് 2 ഗ്രാം ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെ കൂടെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ബൈ P ഈസ് ഈക്വൽ ടു V/RT. അതാണ് ഈ ചെയ്തേക്കുന്നത്. അപ്പോൾ V/RT സെയിം ആയതുകൊണ്ട് N/P രണ്ടും കൂടെ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഇനി എന്ത് ചെയ്യും? ഈ 6 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 4 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ 6 × 1/MA, അതായത് 6/MA ഈസ് ഈക്വൽ ടു 4 അങ്ങോട്ട് കൊണ്ടുപോയി 4/MA പ്ലസ് 4 കൊണ്ട് 4 × 2 8 ഡിവൈഡഡ് ബൈ MB. ഈ MA കൂടി പുറത്ത് കൊണ്ടുവന്ന് 6/MA മൈനസ് 4/MA ഈസ് ഈക്വൽ ടു 8/MB. ഇതെന്ന് പറയുന്നത് 2/MA 2 ഡിവൈഡഡ് ബൈ MA ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ MB. ഇതൂടെ ക്യാൻസൽ ചെയ്താൽ 4. അതായത് MB ഈസ് ഈക്വൽ ടു 4MA അല്ലേ 4MA ഈസ് ഈക്വൽ ടു MB. എങ്ങനെയാണ്? 1/MA ഈസ് ഈക്വൽ ടു 4/MB ഓർ MB ഈസ് ഈക്വൽ ടു ഇതിങ്ങോട്ടൊന്ന് MB ഈസ് ഈക്വൽ ടു 4MA. അങ്ങനെ ആൻസർ ഉണ്ടോ? MB ഈസ് ഈക്വൽ ടു 4MA. MB അതാണ് നാലാമത്തെ ആൻസർ. MB ഈസ് ഈക്വൽ ടു 4MA. ദാറ്റ്സ് ആൻസർ. നോക്കിയോ ഒന്നുകൂടെ. PV ഈസ് ഈക്വൽ ടു nRT, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു nRT. അതിനകത്ത് നിന്ന് നമ്മൾ ഇതിനകത്ത് ചേഞ്ചസ് വരുന്നത് നമ്പർ ഓഫ് മോൾസിനും പ്രഷറിനും മാത്രമേ ഉള്ളൂ. വോളിയം സെയിം ആണ്, കാര്യം ഒരു കണ്ടെയ്നർ തന്നെയാണ്. ടെമ്പറേച്ചർ സെയിം ആണ്, അത് ഒരു കണ്ടെയ്നറിനകത്ത് ഇരിക്കുന്ന ഗ്യാസാണ്. R എന്ന് പറഞ്ഞാൽ എന്തായാലും കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ N/P ഈസ് ഈക്വൽ ടു V/RT ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതി. അപ്പോൾ ആദ്യം ഒരു ഗ്യാസ് ഇരിക്കുമ്പോഴുള്ള N/P എത്രയെന്ന് കണ്ടുപിടിക്കുന്നു. രണ്ടാമതൊരു ഗ്യാസ് കൂടെ ആഡ് ചെയ്തതിന് ശേഷമുള്ള N/P എത്രയെന്ന് കണ്ടുപിടിക്കുന്നു. ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും, കാര്യം രണ്ടായാലും V/RT ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് 1/MA, കാര്യം 1 ഗ്രാം ആണ് എടുത്തേക്കുന്നത്, അതിൻ്റെ മോളിക്കുലർ മാസ് MA ഡിവൈഡഡ് ബൈ 4 ആണ് അതിൻ്റെ ടോട്ടൽ പ്രഷർ. ആദ്യം 4 ബാർ. പിന്നെ രണ്ടാമത് 1/MA പ്ലസ് 2/MA, കാര്യം 2 ഗ്രാം രണ്ടാമത് ആഡ് ചെയ്യുന്നു. ആദ്യം 1 ഗ്രാം ആയിരുന്നു, 2 ഗ്രാം ആഡ് ചെയ്തു ഡിവൈഡഡ് ബൈ പിന്നെ പ്രഷർ 6 ബാർ ആണ്, അതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം. ഇനി ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് വി വിൽ കം ടു ദിസ് ഇക്വേഷൻ MB ഈസ് ഈക്വൽ ടു 4MA. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഓക്കെ. Now question number 20. The RMS velocity of a gas at 200 Kelvin is 3 meter per second. 200 Kelvin is 3 meter per second. RMS velocity same gas 800 Kelvin. But 200 Kelvin 3 meter per second ആണെങ്കിൽ 800 Kelvin അതിൻ്റെ RMS velocity എത്രയായിരിക്കും? RMS velocity equation നമുക്കറിയാം. U is equal to root of 3RT divided by M. ഇതാണ് RMS velocity equation. U is the RMS velocity, R is the universal gas constant, T is the temperature in Kelvin scale, and M is the molar mass. U is equal to root of 3RT by M. നമുക്കിവിടെ രണ്ട് ടെമ്പറേച്ചറാണ് പറഞ്ഞേക്കുന്നത്, 200 കെൽവിനും 800 കെൽവിനും. 200 കെൽവിൽ RMS velocity 3 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണ് 800 കെൽവിനിലെ RMS velocity എത്ര ആയിരിക്കും? സെയിം ഗ്യാസുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിന് U1 കൊടുക്കുന്നു, ഇതിന് T1 കൊടുക്കുന്നു. മോളിക്കുലർ മാസിന് മാറ്റം വരുത്തുന്നില്ല. രണ്ടാമത് U2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3RT2
ബൈ എം. ഡിവൈഡ് ചെയ്യുന്നു. U2 ബൈ U1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബാക്കിയുള്ളതെല്ലാം പോയിട്ട് T2 ബൈ T1. ആദ്യം RMS വെലോസിറ്റി U1 ഈസ് ഈക്വൽ ടു 3 ആണ്, 3 മീറ്റർ പെർ സെക്കൻഡ്. T1 എന്ന് പറയുന്നത് 200 കെൽവിൻ, T2 എന്ന് പറയുന്നത് 800 കെൽവിൻ, U2 എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ U2 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് T2 800 ഡിവൈഡഡ് ബൈ 200. 800 by 200, 800 200, 8 by 2 4, root 4 എന്ന് 2. അപ്പോൾ U2 ഈസ് ഈക്വൽ ടു ഈ 3 കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 6 മീറ്റർ പെർ സെക്കൻഡ്. സോ ദ ആൻസർ ഈസ് ബി, 6 മീറ്റർ പെർ സെക്കൻഡ്. എളുപ്പമാണ്. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ച് വെച്ചാൽ ഇത്രയും പ്രശ്നമില്ല. ഈ ഇക്വേഷൻ പഠിച്ച് വെക്കുന്നത് U2 by U1 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് T2 by T1. U2 by U1 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് T2 by T1. പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 21. നെക്സ്റ്റ് 21. If 2 gram of hydrogen diffuse in 10 minutes, 2 gram hydrogen diffuse in 10 minutes, 2 gram hydrogen 10 മിനിറ്റിൽ ഡിഫ്യൂസ് ചെയ്യുന്നു. The mass of oxygen diffused at the same time, mass of oxygen diffused at the same time, and the same condition will be, mass of oxygen diffused at the same time, same condition. 2 gram of diffused 10 minutes, mass of oxygen diffused at the same time. അപ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇതിലേതായിരിക്കും എന്നുള്ളതാണ്. അതായത് 10 മിനിറ്റിനകത്ത് 2 ഗ്രാം ഹൈഡ്രജൻ ഡിഫ്യൂസ് ചെയ്യുന്ന, അങ്ങനെയാണെങ്കിൽ അതേ സമയത്ത് 10 മിനിറ്റിൽ തന്നെ എത്ര ഗ്രാം ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യും? ഇതാ ചോദ്യം. നോക്കാം. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ്, rate of diffusion of a gas is the number of moles of the gas diffused divided by time taken. Number of moles of the gas diffused divided by time taken. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ഇപ്പോൾ R1 by R2 ഈസ് ഈക്വൽ ടു, രണ്ട് ഗ്യാസിന് എടുക്കുന്നത്, ഒരു ഗ്യാസിന് R1 N1 T1, അതേപോലെ R2 ഈസ് ഈക്വൽ ടു N2 ബൈ T2, അതിനകത്ത് R1 by R2 ഈസ് ഈക്വൽ ടു N1 ബൈ T1 ഇൻറ്റു T2 ബൈ N2. ഇവിടെ രണ്ട് സമയം ടൈംസ് ഈക്വൽ 10 മിനിറ്റ്സ് വീതമാണ്. അപ്പോൾ വേണമെങ്കിൽ ടൈം കളഞ്ഞെഴുതാം. ഈസ് ഈക്വൽ ടു N1 ബൈ N2 എന്ന് വേണമെങ്കിൽ എഴുതാം. N1 ബൈ N2, R1 ബൈ R2 ഈസ് ഈക്വൽ ടു N1 ബൈ N2. ഇതേപോലെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. R1 ബൈ R2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M2 ബൈ M1. മോളിക്കുലർ മാസ് വെച്ചു. R1 ബൈ R2 രണ്ട് ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ്റെ റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് 2 ഗ്യാസസ്. N1 ബൈ N2 എന്നൊരു ഇക്വേഷൻ, R1 ബൈ R2 ഇസ് റൂട്ട് ഓഫ് M2 ബൈ M1, റൂട്ട് ഓഫ് M2 ബൈ M1 ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഒരുമിച്ചാക്കാൻ വേണമെങ്കിൽ ഏത് N1 ബൈ N2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M2 ബൈ M1. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് M2ഉം M1ഉം അറിയാം, M2ഉം M1ഉം അറിയാം. M2ഉം M1ഉം അറിയാം. ഹൈഡ്രജനും ഓക്സിജനും ആയതുകൊണ്ട് ഒരെണ്ണത്തിൻ്റെ നമ്പർ ഓഫ് മോൾസും അറിയാം. 2 ഗ്രാം ഹൈഡ്രജൻ എന്നുണ്ടെങ്കിൽ മറ്റൊരു നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാം. മോളാർ മാസ് അല്ല, മാസ് ഓഫ് ദ ഗ്യാസ് ഡിഫ്യൂസ്. ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് അറിയാണ്ട് മാസ് അറിയാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് മറ്റൊരു പോകാം. ഓക്കെ, നോക്കാം. N1 നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 2 ഗ്രാം അല്ലേ, 2 ബൈ 2 ഈസ് ഈക്വൽ ടു 1. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ, മാസ് അറിയത്തില്ല, ഡിവൈഡ് ബൈ 32, W കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു ഞാൻ. 1 ബൈ W ഡിവൈഡഡ് ബൈ 32
is equal to root of 32 divided by 2. Oxygen molecular mass 32, hydrogen molecular mass 2, N1 എന്ന ഹൈഡ്രജൻ്റെ നമ്പർ മോൾസ്, ഹൈഡ്രജൻ്റെ നമ്പർ മോൾസ് N1, അങ്ങനെ M1 ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ്, N2 ഓക്സിജൻ്റെ നമ്പർ മോൾസ്, അങ്ങനെ M2 എന്ന് പറയുന്നത് ഓക്സിജൻ്റെ തന്നെ മോളിക്കുലർ മാസ്. 32 by 2 is equal to root 16 is equal to 4. So 1 divided by W by 32, or 1 is equal to 4 into W by 32 is equal to W divided by 8, or W is equal to 8 gram. So 8 gram of oxygen will diffuse when 2 gram of hydrogen will diffuse in 10 minutes. 10 മിനിറ്റിൽ 2 gram hydrogen diffuse ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ 8 gram diffuse ചെയ്യും. So the answer is 8 gram. 8 gram. 8 gram oxygen diffuse ചെയ്യും. Okay. Question number 22. Question number 22. From the figure, the total pressure of the mixture is, from the figure, the total pressure of the mixture is, ഈ മിക്സറിൻ്റെ ടോട്ടൽ പ്രഷർ എത്ര ആയിരിക്കുന്നു? ഇതാണ് ഫിഗർ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ബൾബിനകത്ത് ഹീലിയം, ഒരു ബൾബിനകത്ത് നിയോൺ, 2 ബൾബ്, ഒരു ബൾബിനകത്ത് ഹീലിയം ഗ്യാസും ഒരു ബൾബിനകത്ത് നിയോൺ ഗ്യാസും. ഇവിടെ ഒരു നാരോ ട്യൂബ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് കോക്കും ഉണ്ടായിരിക്കും. ഹീലിയം 2 ലിറ്റർ, 625 ടോർ പ്രഷർ. ടോർ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി വേറൊരു വാക്കാണ് ടോർ കേട്ടോ, മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയുടെ വേറൊരു ടേമാണ് ടോർ. നിയോൺ 3 ലിറ്റർ ഉണ്ട്, 765 ടോർ. 765 ടോർ. ഇവിടെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും പ്രഷർ പ്രത്യേകം പ്രത്യേകം കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ പ്രഷർ എത്രയാണ്, ഇതിൻ്റെ പ്രഷർ എത്രയാണ്, ഈ സ്റ്റോപ്പ് കോക്ക് തുറന്നു കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ എത്ര ആയിരിക്കും, ഇതാണ് ചെയ്യേണ്ടത്. പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P1 V1 ഈസ് ഈക്വൽ ടു P2 V2. P1 V1 ഈസ് ഈക്വൽ ടു P2 V2. ആദ്യം ഹീലിയത്തിൻ്റെ കണ്ടുപിടിക്കാം. ഹീലിയത്തിൻ്റെ പ്രഷർ എത്രയായിരുന്നു? 625. ആദ്യം വോളിയം എത്രയാണ്? 2 ലിറ്റർ. ഹീലിയത്തിൻ്റെ പ്രഷർ, ഫൈനൽ പ്രഷർ. പിന്നെ വോളിയം എത്രയാണ്? ഇത് മൊത്തം 5 ലിറ്റർ. അതാണ്ട് അസ്യൂം ദ ഫൈനൽ വോളിയം ഓഫ് ദ മിക്സർ ഈസ് 5 ലിറ്റർ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അസ്യൂം ദ ഫൈനൽ വോളിയം 5 ലിറ്റർ. 3 2 5. സ്റ്റോപ്പ് കോക്ക് തുറന്നു കഴിഞ്ഞാൽ മൊത്തം വോളിയം 5. സോ പ്രഷർ ഓഫ് ഹീലിയം ഈസ് ഈക്വൽ ടു 625 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5. 625 ഇൻറ്റു 2 ബൈ 5 എന്ന് പറഞ്ഞാൽ 625 ബൈ 5, 125 ഇൻറ്റു 2, 250. അത്രയും ആയിരിക്കും എൻ്റെ പ്രഷർ ടോർ. ഇതേപോലെ നിയോണിൻ്റെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതേ ഇക്വേഷൻ P1 V1 ഈസ് ഈക്വൽ ടു P2 V2. ഇനിഷ്യൽ പ്രഷർ 765, 765. ഇനിഷ്യൽ വോളിയം 3 ലിറ്റർ ഈസ് ഈക്വൽ ടു ഫൈനൽ പ്രഷർ ഓഫ് നിയോൺ ഇൻറ്റു ഫൈനൽ വോളിയം 5 ലിറ്റർ. അപ്പോൾ പ്രഷർ ഓഫ് നിയോൺ ഈസ് ഈക്വൽ ടു 765 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 1, 26, 5, 15, 3 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 459 ടോർ. രണ്ടുകൂടെ ആഡ് ചെയ്യുന്നു. ടോട്ടൽ പ്രഷർ, പ്രഷർ ഓഫ് ഹീലിയം പ്ലസ് പ്രഷർ ഓഫ് നിയോൺ ഈസ് ഈക്വൽ ടു 250 പ്ലസ് 459 ഈസ് ഈക്വൽ ടു 10, 6, 7, 709 ടോർ. So the answer is A. 709 torr is the total pressure. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? 2 ബൾബിനകത്ത് 2 ഗ്യാസ് എടുത്ത്
ഓരോന്നിൻ്റെയും പ്രഷർ പ്രത്യേകം കണ്ടുപിടിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പ്രഷർ, ഓപ്പൺ ചെയ്തതിന് മുമ്പ് അതിൻ്റെ പ്രഷർ ഉണ്ടായിരുന്നു. അതായത് അതാണ്ട് P1 V1 ഈസ് ഈക്വൽ ടു P2 V2. ഇവിടെ V2 എന്ന് പറയുന്നത് ഫൈനൽ പ്രഷറാണ്, ഫൈനൽ വോളിയം ടോട്ടൽ വോളിയം 5 ലിറ്റർ. ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് ആ രണ്ട് പ്രഷർ കണ്ടുപിടിച്ച് രണ്ട് പ്രഷർ ആഡ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 23. ഡോൾട്ടൺസ് ലാ കാൺ ബി അപ്ലൈഡ് ടു എ മിക്സർ ഓഫ്. ഈ താഴെ പറയുന്ന ഏത് മിക്സറിലാണ് ഡോൾട്ടൺസ് ലാ അപ്ലൈ ചെയ്യാൻ പറ്റുക? ഡോൾട്ടൺസിൽ ഡെഫിനിഷൻ പറയുന്നത് ദ ടോട്ടൽ പ്രഷർ എക്സെപ്റ്റ് ബൈ എ മിക്സർ ഓഫ് നോൺ റിയാക്ടിങ് ഗ്യാസസ്. തമ്മിത്താൻ റിയാക്ട് ചെയ്യാത്ത ഗ്യാസസ് ആണെങ്കിൽ മാത്രമേ ഡോൾട്ടൺസിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ ടോട്ടൽ പ്രഷർ എക്സെപ്റ്റ് ബൈ എ മിക്സർ ഓഫ് നോൺ റിയാക്ടിങ് ഗ്യാസസ് ഈസ് ദ സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തമ്മിത്താൻ റിയാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഗ്യാസ് ഉണ്ടോ നോക്കിയാൽ മതി. HCl അമോണിയം റിയാക്ട് ചെയ്യും. ആദ്യത്തെ തന്നെ ആൻസറാണ് അമോണിയ പ്ലസ് HCl ഗീവ്സ് അമോണിയം ക്ലോറൈഡ്. അമോണിയയും HCl റിയാക്ട് ചെയ്താൽ അമോണിയം ക്ലോറൈഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകും. ഒരു ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആണ്. ലാബിൽ അമോണിയ ഗ്യാസ് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അമോണിയ ഗ്യാസ് വരുന്നുണ്ട് നോക്കണമെങ്കിൽ HCl ഒരു ഗ്ലാസ് എടുത്ത് HCl മുക്കിയണം. മുക്കിയിട്ട് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിൽ കാണിച്ച ഡെൻസ് വൈറ്റ് ഫ്യൂംസ് കട്ടിപ്പുക വരുന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് നിന്ന് വരുന്ന ഗ്യാസ് അമോണിയ. തിരിച്ച് ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് നിന്ന് HCl ഗ്യാസ് വരുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക, അമോണിയയിൽ ഡിപ്പ് ചെയ്യുക. അമോണിയ ഡിപ്പ് ചെയ്തിട്ട് ഇതിന് മുകളിൽ കാണിക്കുമ്പോൾ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ഗ്യാസ് HCl ആണ്. അമോണിയയും HCl കണ്ടാൽ ഉടൻ റിയാക്ട് ചെയ്തിട്ട് അമോണിയം ക്ലോറൈഡ് ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ റിയാക്ട് ചെയ്യത്തില്ല. ഹൈഡ്രജൻ ഓക്സിജൻ റിയാക്ട് ചെയ്യും, പക്ഷെ നോർമൽ കണ്ടീഷൻസിൽ റിയാക്ട് ചെയ്യത്തില്ല. ഒരു വെസലിനകത്ത് ഹൈഡ്രജൻ ഓക്സിജൻ ഗ്യാസ് നിറച്ച് വെച്ചാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, വാട്ടർ ഉണ്ടാകത്തൊന്നുമില്ല. ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു തീക്കം പൊരച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം, എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്സിജനും നൈട്രജനും എന്തായാലും ഈ അറ്റ്മോസ്ഫിയറിലോ തമ്മിൽ റിയാക്ട് ചെയ്ത് ഇടിയോ മിന്നലോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഓക്സിജനും നൈട്രജനും കൂടി റിയാക്ട് ചെയ്ത് നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഉണ്ടാകത്തുള്ളൂ. സോ ദ ആൻസർ ഈസ് HCl ആൻഡ് അമോണിയ ആൻഡ് HCl. Question number 24. If an open vessel 27 degrees Celsius is heated until 3/5 of the air has been expelled at a constant volume, the temperature at which the vessel heated is. ഇവിടെ ഓപ്പൺ വെസലാണ്. എപ്പോഴും ഓപ്പൺ വെസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഓപ്പൺ വെസൽ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രഷർ കോൺസ്റ്റൻ്റ്. ഓപ്പൺ വെസൽ എപ്പോഴും പ്രഷർ കോൺസ്റ്റൻ്റാണ്. ഓപ്പൺ വെസൽ ദ പ്രഷർ ഈസ് എ കോൺസ്റ്റൻ്റ്. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വെസൽ ഈസ് ഹീറ്റഡ്. അതായത് ഒരു വെസലിനകത്ത്, ഒരു ഓപ്പൺ വെസലിൽ 27 ഡിഗ്രി സെൽഷ്യസ്, ഓപ്പൺ വെസലിൽ ഇരുന്ന ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഹീറ്റഡ്, അതിനെ ഹീറ്റ് ചെയ്തു. അണ്ടിൽ 3/5 ഓഫ് ദ എയർ ഹാസ് ബീൻ എക്സ്പെൽഡ്. 3/5 എയർ അതിനകത്ത് നിന്ന് എക്സ്പെൽ ചെയ്ത് പുറത്തു പോയി. അങ്ങനെയാണെങ്കിൽ എത്ര ടെമ്പറേച്ചർ വരെ അതിനെ ഹീറ്റ് ചെയ്തു? വോളിയവും ടെമ്പറേച്ചറും നമ്മൾ റിലേഷൻ അല്ലേ, നമ്പർ മോൾസും. ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വെസൽ ഹാസ് ബീൻ ഹീറ്റഡ് നോക്കാം. അപ്പോൾ ആദ്യം ടെമ്പറേച്ചർ എത്ര ആയിരുന്നു? 27 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിലോട്ട് മാറ്റുന്നു. 27 + 273 300 കെൽവിനിലോട്ട് മാറ്റി. നമുക്ക് T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. T2 കണ്ടുപിടിക്കണം. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു nRT. ഓപ്പൺ വെസൽ ആൻഡ് പ്രഷർ കോൺസ്റ്റന്റ്. ഒരു വെസലാണ്, ആ വെസലായ വോളിയം കോൺസ്റ്റന്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. നമ്പർ ഓഫ് മോൾസിൽ വ്യത്യാസം വരും, ടെമ്പറേച്ചറിലും വ്യത്യാസം വരും. അപ്പോൾ PV ഈസ് ഈക്വൽ ടു N1RT1 എന്നെഴുതാം. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലോ വീണ്ടും ഓപ്പൺ വെസൽ ആൻഡ് പ്രഷർ കോൺസ്റ്റന്റ്, വെസലിൻ്റെ വോളിയത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല, V തന്നെയാണ്. N2RT2. PV is equal to N2RT2. ഈ രണ്ട് ഇക്വേഷനകത്ത് നിന്ന് വി മേ റൈറ്റ് N1RT1 is equal to N2RT2 or N1T1 is equal to N2T2. N1T1 is equal to N2T2. പ്രഷറും വോളിയവും
കോൺസ്റ്റൻ്റ് ആകുമ്പോൾ മാത്രമേ ഇക്വേഷൻ എഴുതാവൂ. പ്രഷറും വോളിയവും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ. നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഒന്നും തന്നിട്ടില്ല, ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ലെറ്റ് N1 ഈസ് ഈക്വൽ ടു എത്ര എഴുതണം? 1 മോള്. 1 എന്നോ 10 എന്നോ 100 എന്നോ കാൽക്കുലേഷൻ എളുപ്പമുള്ളൊരു നമ്പർ അങ്ങ് എടുക്കുക. അപ്പോൾ ആദ്യം 1 മോൾ ഗ്യാസ് എടുത്തു ഞാൻ. എത്ര? 27 ഡിഗ്രി സെൽഷ്യസിൽ 1 മോൾ ഗ്യാസ് എടുത്തു. അങ്ങനെയാണെങ്കിൽ N2 എത്ര ആയിരിക്കും? 3/5 മോൾസ് ഗ്യാസ് എക്സ്പെൽ ചെയ്തു എന്ന് പറഞ്ഞാൽ N2 ഈസ് ഈക്വൽ ടു 1 മൈനസ് 3/5. പിന്നെ ഗ്യാസ് ആ വെസലിനകത്ത് ഇത്രയേ ഉള്ളൂ. ആദ്യം 1 മോൾ ഗ്യാസ് ഞാൻ എടുത്തെടുത്തു. ഇറ്റ് ഈസ് ഹീറ്റഡ് ടു സം ടെമ്പറേച്ചർ, ഏതോ ഒരു ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ 3/5 ഗ്യാസ് എക്സ്പെൽ ചെയ്തു പോയി. 3/5 ഓഫ് ദ ഗ്യാസ് ഈസ് എക്സ്പെൽഡ് എന്ന് പറഞ്ഞാൽ എത്ര വരും? അത് 5 മൈനസ് 2, 5 മൈനസ് 3/5 ഈസ് ഈക്വൽ ടു 2/5. 2/5. അപ്പോൾ N1 കിട്ടി, N2 കിട്ടി, T1 കിട്ടി, T2 കണ്ടുപിടിക്കാം. ഓക്കെ, N1 എത്രയാണ്? 1. T1 എത്ര? 300. N2 എത്രയാണ്? 2/5. T2 കണ്ടുപിടിക്കാം, എത്ര വരെ ഹീറ്റ് ചെയ്തു എന്നുള്ളത്. T2 ഈസ് ഈക്വൽ ടു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 3 1500 ബൈ 2 ഈസ് ഈക്വൽ ടു 750 കെൽവിൻ. ഇവിടെ തന്നേക്കുന്ന ആൻസർ എല്ലാം ഡിഗ്രി സെൽഷ്യസിലാണ്. 177 ഡിഗ്രി സെൽഷ്യസ്, 277 ഡിഗ്രി സെൽഷ്യസ്, 377 ഡിഗ്രി സെൽഷ്യസ്, 477 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് മാറ്റം 273 സബ്ട്രാക്ട് ചെയ്യണം. 750 273. 750 മൈനസ് 273 എന്നപ്പോൾ 7, 14 7 4, 477 ഡിഗ്രി സെൽഷ്യസ്. 477 ഡിഗ്രി സെൽഷ്യസ്. സോ ആ ടെമ്പറേച്ചർ ആയിരിക്കും കറക്റ്റ് ആൻസർ. Now the last question, 25. Question number 25. A flask is heated from 27 degrees Celsius to 277 degrees Celsius. A flask is heated from 27 degrees Celsius to 227 degrees Celsius. ഒരു ഫ്ലാസ്കിനെ ഹീറ്റ് ചെയ്തു at a constant pressure. Volume of the flask, if 100 ml of air measured at 227 degrees Celsius was expelled from the flask. ഒരു ഫ്ലാസ്കിനകത്ത് ഹീറ്റ് ചെയ്തപ്പോൾ 27 227 വരെ ഹീറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് 100 ml എയർ എക്സ്പെൽ ചെയ്ത് പോയി. 100 ml എയർ എക്സ്പെൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലാസ്കിൻ്റെ വോളിയം എത്ര? നോക്കാം. ആദ്യം ടെമ്പറേച്ചർ എത്രയായിരുന്നു? T1 27 എന്ന് പറഞ്ഞാൽ 300 കെൽവിൻ. രണ്ടാമത് ടെമ്പറേച്ചർ T2 227. 227 into 23 is equal to 500 Kelvin. ഇപ്പോൾ 2 ടെമ്പറേച്ചർ കിട്ടി. ആദ്യത്തെ വോളിയം V1 ആണെന്ന് വെച്ചോ, ഇനിഷ്യൽ വോളിയം V1. അങ്ങനെ ഫൈനൽ വോളിയം V2 എന്ന് പറയുന്നത് 100 ml എക്സ്പെൽ ചെയ്ത് പോയില്ലേ, അതും കൂടെ കൂട്ടുമ്പോൾ 100 പ്ലസ് V1. V1 ഈസ് ദ ഇനിഷ്യൽ വോളിയം, V2 ഈസ് ദ ഫൈനൽ വോളിയം. അതിനകത്ത് 100 ml എയർ എക്സ്പെൽ ചെയ്ത് പോയി. അപ്പോൾ ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ ആ 100 കൂടെ ആഡ് ചെയ്ത് V1 എടുത്ത് ഇത്രയും ml ആയിരിക്കും. ഇനി ചൗൾസ് ലോ എന്നുള്ള ഇക്വേഷൻ V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2. P1 V1 ബൈ T1 ഈസ് ഈക്വൽ ടു P2 V2 ബൈ T2 എന്നുള്ള ഇക്വേഷൻ എഴുതിയാൽ മതി. പ്രഷർ സെയിം ആയതുകൊണ്ട് V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2. V1 അതുപോലെ എഴുതുന്നു. T1 300, V2 പകരം 100 പ്ലസ് V1, T2 500. 300 500 3 എന്നും 5 എന്നും ആക്കി. 5 ഇങ്ങോട്ട് ഉണ്ട്. 5 V1 ഈസിക്കൽ 5 ഇങ്ങോട്ട് കൊണ്ടുവന്ന് 3 അങ്ങോട്ട് കൊണ്ടുപോയി. 300 പ്ലസ് 3 V1. ഈ 3 V1 ഇപ്പുറത്ത് കൊണ്ടുപോയി 2 V1
ഈസ് ഈക്വൽ ടു 300 V1 എന്ന് പറഞ്ഞാൽ ഫ്ലാസ്കിൻ്റെ വോളിയം 300/2 ഈസ് ഈക്വൽ ടു 150 ml. 150 ml ആയിരുന്നു ആ ഫ്ലാസ്കിൻ്റെ വോളിയം. ആ ഫ്ലാസ്കിനുള്ള ഗ്യാസിനെ 27 ഡിഗ്രി സെൽഷ്യസിന് 227 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് 100 ml ഗ്യാസ് എക്സ്പിലേക്ക് പോകും. ആ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 150 ml. ഓക്കെ, യെസ്.